നമുക്ക് പ്രിയപ്പെട്ട, എന്തിന് പ്രവാചകന് പ്രിയപ്പെട്ട പ്രവാചകൻ്റെ എളാപ്പാക്ക് പോലും ഹിദായത്ത് ലഭിക്കാതെയാണ് അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. യഹ്ദീ മൻ യശാ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ മൻ യശാ. പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. അങ്ങനെ ഒരാൾ ഹിദായത്തിലാവണമെന്ന് പ്രവാചകൻ അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുക എങ്ങനെ? അല്ലേ? തൻ്റെ എല്ലാമായ ഷുഐബ് അബൂ താലിബ് എന്ന് പറയുന്ന ഒരു താഴ്വര തന്നെയുണ്ട് മക്കയിൽ, ഇന്നുമുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇന്നത്തൊക്കെ പോലെ തന്നെ അന്നും കുഫറിൻ്റെ ആളുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുക എന്നൊരു പരിപാടി ഉണ്ട്. അത് ഒന്നും തുടങ്ങിയതൊന്നല്ല. ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എക്കാലത്തും പ്രതിരോധിക്കപ്പെടുന്ന, ഉപരോധിക്കപ്പെടുന്ന, നന്മയുടെ പക്ഷത്തായിരുന്നിട്ട് പോലും ഉപരോധങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന സമൂഹമാണ്, സമുദായമാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. അതിനൊക്കെ മറികടന്നുകൊണ്ടാണ്, അതിനൊക്കെ വകഞ്ഞു നീക്കിക്കൊണ്ടാണ് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ സംസ്ഥാപനം, ഇഖാമത്തുദ്ദീൻ ഇവിടെ നടന്നിട്ടുള്ളത്. പറഞ്ഞത് അങ്ങനെയുള്ള അബൂ താലിബ് പ്രവാചകനെയും കുടുംബത്തെയും ഉപരോധിച്ചപ്പോൾ പ്രവാചകനെ സംരക്ഷിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ പ്രവാചകന്റെ ദീനിലേക്ക് പ്രവേശിച്ചിട്ടില്ലാതിരുന്നിട്ടും പ്രവാചകനെ സംരക്ഷിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ഉപരോധത്തിൻ്റെ ഭാഗമായി മാറേണ്ടി വന്ന അബൂ താലിബ് പച്ചയിലയും ചെരുപ്പിൻ്റെ വാറും കടിച്ചിറക്കി വയറിനെ എന്തൊക്കെയോ താൻ ഭക്ഷിച്ചു എന്ന് തൻ്റെ ഉദരത്തെ വിശ്വസിപ്പിക്കാൻ മാത്രം വിശ്വാസികൾക്ക് ഗതികെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഭക്ഷണവും വെള്ളവും സകലതും നിഷേധിക്കപ്പെട്ടു. മടിത്തട്ടിൽ കരയുന്ന, മുലപ്പാലിന് വേണ്ടി കരയുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ ദാഹമടക്കാൻ മുലപ്പാല് പോലും വറ്റിപ്പോയ മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാർ തങ്ങൾ മുസ്ലിമായിരുന്നു എന്ന ഒറ്റക്കാരണം കൊണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദീന് സ്വീകരിച്ചു എന്ന ഒറ്റക്കാരണം കൊണ്ട് ഉപരോധിക്കപ്പെട്ട കാലത്ത് ഹിദായത്ത് സ്വീകരിച്ചിട്ടില്ലാത്ത, എൻ്റെ മുഹമ്മദിൻ്റെ ദീന് ഞാനിതാ പുൽകിയിരിക്കുന്നു എന്ന് ഒരു സാമൂഹിക രാഷ്ട്രീയ പക്ഷത്തിന് വേണ്ടി പോലും എടുത്തുദ്ധരിക്കാൻ മനസ്സനുവദിച്ചിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സനുവദിച്ചിട്ടില്ലാത്ത പിതൃവ്യൻ അബൂ താലിബിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, യാ അബീ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരിക്കല്ലേ. എന്നെ സംരക്ഷിച്ച മുസ്ലിം ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ അടിത്തറവാകാൻ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട എനിക്കും എൻ്റെ സഹാബാക്കൾക്കും എൻ്റെ അണികൾക്കും എൻ്റെ ജീവിതത്തെ അനുധാവനം ചെയ്യുന്ന മുസ്ലിം ഉമ്മത്തിനും കാലഘട്ടത്തിൻ്റെ സമൂഹത്തിന് വെള്ളവും വെളിച്ചവുമാകേണ്ട ദീനിൻ്റെ സംസ്ഥാപനത്തിന് സകലതും സമർപ്പിച്ച എൻ്റെ എളാപ്പാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാതെ മരിക്കല്ലേ. നിർബന്ധിക്കുന്ന ഒരവസ്ഥ വന്നു. ലാ ഇക്റാഹ ഫിദ്ദീൻ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഒരാളെ നിർബന്ധിച്ചുകൂടാ. പക്ഷെ പ്രവാചകന്റെ സംസാരം, പ്രവാചകന്റെ ആ ഒരു ആഗ്രഹം അല്പം നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി വസല്ലം ഇറങ്ങി, യാ റസൂലല്ലാഹ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ആ പണി നടക്കില്ല. താങ്കളുടെ ഇഷ്ടത്തിന് ഒരാളെ ദീനിലേക്ക് എത്തിക്കാൻ കഴിയില്ല. വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. അത് അള്ളാഹു തിരഞ്ഞെടുക്കണം, അള്ളാഹു അത് വിധിക്കണം. അങ്ങനെ വിധിച്ചാൽ ഹിദായത്തിനുള്ള മാർഗം നിങ്ങളുടെ മുമ്പിൽ തെളിയും. അപ്പോൾ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം തന്നിരിക്കുന്നു. അതാണ് ഹിദായത്തിലാവുന്നതിൻ്റെ ഒരു അടിസ്ഥാന മാനദണ്ഡം എന്ന് പറയും. അപ്പോൾ നമ്മൾ അവിടെ നിന്നും വിട്ടുപോയവരാ. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മിൽ ഭൂരിപക്ഷം ആളുകളോടും നമ്മൾ എങ്ങനെ മുസ്ലിമായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താ? നമ്മുടെ ഉമ്മയും ഉപ്പയും മുസ്ലിമായിരുന്നു. അവർ നമ്മളെ മദ്രസയിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ വീട്ടിലിരുത്തിയിട്ടോ ദീന് പഠിപ്പിച്ചു. ചിലപ്പോഴെങ്കിലും നമ്മൾ ദീനിന് വഴങ്ങായിട്ട്, ദീനിൻ്റെ കർമ്മങ്ങൾക്ക് വഴങ്ങാഞ്ഞിട്ടും നിർബന്ധിച്ചിട്ടും തല്ലിയിട്ടും നമ്മളെ ദീന് പഠിപ്പിച്ചിട്ടാണ് ദീനിലെത്തിച്ചത്.
അതവിടെ നിൽക്കട്ടെ. അവിടെ തന്നെ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ. എങ്ങനെയാണ് ഒരു അബ്ദുറഹ്മാന്റെയും ഒരു അഫ്സയുടെയും മകനായിട്ട് സബീറുർ റഹ്മാൻ ജനിക്കുന്നത്? എങ്ങനെയാണ് ഒരു അബ്ദുള്ളയുടെയും ഒരു ആമിനയുടെയും മകനായിട്ട് ഒരു മുഹമ്മദ് ജനിക്കുന്നത്? എങ്ങനെയാണ് ഓരോരുത്തരുടെയും മാതാപിതാക്കൾ അവരെ ഇലാഹിൻ്റെ ദീനുൽ ഇലാഹിലേക്ക് അവരെ വഴി നടത്തുന്ന രീതിയിൽ? അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കിട്ടിയ ആളുകളാണ് നമ്മൾ. അത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതിനുശേഷം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തവരുണ്ട്. അൽഹംദുലില്ലാഹ്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെയും മുഖപരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല, വളരെ ചുരുക്കം പേരെ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് എന്നെ അറിയാത്തുള്ളൂ, നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാണ്. പക്ഷെ നമ്മളൊക്കെ നടത്തിയ ദീനീ പ്രവർത്തനങ്ങളൊക്കെയും അള്ളാഹു സ്വീകരിച്ചതാണ്. അങ്ങനെ ഒരു ദീനീ പ്രവർത്തനത്തിന് കുന്തും ഖൈറ ഉമ്മ, നിങ്ങളെക്കാൾ നല്ലൊരു വലിയ അന്തുമുള്ള ഔലൗദ്, നിങ്ങളാണ് ഉന്നതർ, നിങ്ങളെക്കാൾ ഉന്നതരായിട്ട് ആരുമില്ല എന്ന് അള്ളാഹ് പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആനിൽ. നിങ്ങളാണ് ഈ സമൂഹത്തിൽ നന്മ പ്രചരിപ്പിക്കേണ്ടത്, നിങ്ങളാണ് ഈ സമൂഹത്തിൽ തിന്മയെ വിഭാടനം നടത്തേണ്ടത്, നിങ്ങളാണ് ഈ സമൂഹത്തെ വഴി നടത്തേണ്ടത്, നിങ്ങളാണ് സമൂഹത്തിൽ നന്മ സംസ്ഥാപിക്കേണ്ടത്. ഇതര വേദങ്ങളിൽ പോലും ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന പ്രവാചക പരമ്പരകളുടെ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ കലിയുഗത്തിലെ അഭിനവ ആളുകളാണ്, പ്രതിനിധികളാണ്, അവതാരങ്ങളാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ്? അതാണല്ലോ വിഷയം. നമ്മുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെയൊക്കെ ആയിട്ട് അന്തുമില്ല അലവും, നിങ്ങളെക്കാൾ ഉന്നതരായിട്ട് വേറെ ആരുമില്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മാനാ, പറയാം ഞാൻ ഇൻഷാ അല്ലാഹ്. പല ഘട്ടത്തിലും അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മാനാ, ഞാൻ ഇല്ല നിങ്ങളെ കൂടെ, നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? എന്നോടാണ് പറഞ്ഞത്, നിങ്ങളോട് ഓരോരുത്തരുമാണാണ് പറഞ്ഞത്, മുസ്ലിം ഉമ്മത്തിനോടാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയണല്ലോ. എന്താ അപ്പം അവസ്ഥ? ഇന്ത്യയിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ, നമ്മളതുകൊണ്ട് പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഒരു അവസ്ഥ, രാഷ്ട്രീയപരമായിട്ടൊരു അവസ്ഥ പറയണില്ല. അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അങ്ങനെ പല്ലും ദ്രംഷ്ടവും കാട്ടിയാൽ പേടിക്കുന്ന ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. മരണത്തെ ഭയക്കാത്തവനെ കൊലക്കയറ് കാട്ടി പേടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ആട്ടിയോടിക്കലും ഉപരോധിക്കലും പൗരത്വം നിഷേധിക്കലും ഒന്നും മുസ്ലിം ഉമ്മത്തിന് അത്ര വലിയ പുത്തിരിയൊന്നുമില്ല. അതിനൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് ആരാണ് ഈ ശബ്ദമൊക്കെയും ഉയർത്തിയത്? അവരുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം ഞങ്ങളുടെ പാഥേയമാണ് ശരിയെന്നും ഞങ്ങൾ നിൽക്കുന്ന പ്രതലമാണ് സുസ്ഥിരമെന്നും എതിർപക്ഷം മനസ്സിലാക്കി തിരിഞ്ഞു നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങളോടൊപ്പം നിന്നതിൻ്റെ ഫലമായിട്ടാണ് ശത്രുപക്ഷമൊക്കെയും ചരിത്രത്തിൽ പരാജയപ്പെട്ടു പോയത്. ആ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ ചരിത്രമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആ ചരിത്രങ്ങൾ ഇനിയും ആവർത്തിക്കുകയും ചെയ്യും. പക്ഷെ നിലവിൽ വർത്തമാന മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ? ഇന്ത്യയിൽ ഭരണപക്ഷം ഉൾപ്പെടെ സംഘപരിവാർ എന്നറിയപ്പെടുന്ന ഒരു സംഘം മുസ്ലിങ്ങൾക്കെതിരിലാണ്. അത് പല സംഘങ്ങളായിട്ട് അങ്ങനെ ഉണ്ടാവും. മ്യാൻമറിൽ ലോകോത്തര അഹിംസയുടെ വക്താക്കളാണ് പോലും ബുദ്ധർ. മ്യാൻമറിലെ ബുദ്ധന്മാർ ഇസ്ലാമിനെതിരിലാണ്. ഫലസ്തീൻ്റെ കാര്യം, ലോകം മുഴുവൻ അറപ്പില്ലാതെ ഉളുപ്പില്ലാതെ നോക്കി നിൽക്കെ 10,000-കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയിട്ട് അവിടെ ലോകത്തിൻ്റെ ഭരണം, ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത ജൂതപ്രഭുകൾ ഇസ്ലാമിനെതിരിലാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്. ശ്രീലങ്കയിൽ തമിഴ് തീവ്രവാദികൾ മുസ്ലിങ്ങൾക്കെതിരിലാണ്. സിറിയയിൽ അമേരിക്കൻ റഷ്യയുടെ സഖ്യകക്ഷികൾ, അവർക്കാണ് അവിടെ അധികാരമുള്ളത്, അവർ മുസ്ലിങ്ങൾക്കെതിരിലാണ്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് മുസ്ലിങ്ങൾക്കെതിരിലാണ്. ലോകത്തെവിടെ നോക്കിയാലും നമുക്കെതിരിലാണ് ലോകം മുഴുവനും. അവിടെയാണ് നമ്മൾ നമ്മുടെ നിലനിൽപ്പിനെ വിലയിരുത്തപ്പെടേണ്ടത്. അവിടെയാണ് നമ്മൾ നിലനിൽപ്പിനെ വിലയിരുത്തപ്പെടുമ്പോൾ ചില നിലപാടുകൾ നമ്മൾ നിലയിരുത്തപ്പെടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് തന്നെ റസൂലിൻ്റെ മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയപ്പെടുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകന്റെ ഈ വചനം നമ്മൾ വിലയിരുത്തുന്നതെന്ന് ഓർക്കണം. ഞാനൊരു മുഖദ്ദിമയായിട്ടാണ് ഞാനൊരു സാഹചര്യം പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ ഹദീസ് ഒന്ന് വായിച്ചു നോക്കാം. ഈ ഹദീസൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്.
പലപ്പോഴും പല വേദികളിൽ പല ആളുകൾ പല രീതിയിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. എന്താണ് ഹദീസ്? യൂസിക്കുമുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അഖലത് ഇല കസാത്ത്. വിശന്ന് വലഞ്ഞവൻ, പട്ടിണി കിടന്നിട്ട് വിശന്ന് വലഞ്ഞവൻ, കസാത്തിഹ, അവൻ്റെ ആഹാരത്തളികയിലേക്ക് ആർത്തിയോടുകൂടി കൈ നീട്ടുന്നത് പോലെ ലോകത്താകമാനമുള്ള ആളുകൾ, ലോകത്താകമാനമുള്ള സമൂഹങ്ങൾ മുസ്ലിം സമൂഹത്തിനെതിരെ തിരിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ പാവം സ്വഹാബികൾക്ക് അതൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതുകൊണ്ട് വിശ്വസിക്കുന്നു എന്നതിനപ്പുറം ഈ ഹദീസ് പറയുമ്പോൾ മക്കയും മദീനയും എന്ന് വേണ്ട കൈസറിന്റെ കോട്ടകൊത്തളങ്ങൾ വരെ ഇസ്ലാമിന്റെ പേര് കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന കാലം. അത് ഇസ്ലാമിന്റെ ആക്രമണ സ്വഭാവം കൊണ്ടൊന്നല്ല, ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ജനങ്ങളിലുണ്ടാകുന്ന ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് അടിമത്തത്തിലേക്ക് വഴങ്ങിക്കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഉഗ്ര ഊർജം, അത് ഭയന്നിട്ട് കോട്ടകൊത്തളങ്ങളിലെ രാജകിങ്കരന്മാർ പോലും താഴോട്ടിറങ്ങി വന്ന് ഇസ്ലാമിനെ അംഗീകരിച്ച കാലം. ആ കാലത്താണ് പ്രവാചകൻ പറയുന്നത്, ഈ കാലം എന്നല്ല, കാലം വരാനിരിക്കുന്നേയുള്ളൂ. തീന്മേശയിലെ തളികയിലേക്ക് വിശക്കുന്നവന്റെ കൈ നീളുന്നത് പോലെ സകലമാന സമൂഹങ്ങളും ഒരു കാലത്ത് മുസ്ലിം ഉമ്മത്തിനെ തേടിയെത്തും. നമ്മളിത് മനസ്സിലാക്കിയത് എങ്ങനെയാ അറിയാം? ഇത് ക്യാമന്നാളുടെ അലാമത്തായിട്ടാണ് ഞാൻ കേട്ടതാണ്. ക്യാമന്നാളാവുമ്പോൾ, ലോകാവസാനമാവുമ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു അവസ്ഥയാണിതുപോലെ. ഇനി ആ ഹദീസ് വായിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചർച്ച ചെയ്യല്ലേ. ഇനി ആ ഹദീസ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹദീസിൻ്റെ മഹാസാഗരം തെരഞ്ഞു പോയാൽ, അതിലേക്കൊന്ന് ഊളിയിട്ട് പോയാൽ ഇതുപോലെ കുറേ ചെറിയ ചെറിയ പരൽ മീനുകളെ കിട്ടും. വലിയ മീനൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പരൽ മീനുകളെ കൈ പിടിക്കുക. അങ്ങനെ ക്യാമത്ത് നാളാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മദ്യപാനം സാർവജനീയമാവും. മദ്യപാനം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലാതാവും. സ്ത്രീകൾ വിവസ്ത്രരാവും. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, പക്ഷെ നഗ്നരാവും. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ ഞാനെന്താ മനസ്സിലാക്കേണ്ടത്? ഞാനിപ്പോൾ എന്താക്കാനാ? ഇത് പ്രവാചകൻ പറഞ്ഞു വെച്ചതല്ലേ. അതുകൊണ്ട് മദ്യപാനം ഇങ്ങനെ സാർവജനീയമാകുമ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതൊരു ക്യാമന്നാളിൻ്റെ അലാമത്തായിട്ട് മാറ്റിയാൽ, അങ്ങനെ കണ്ടാൽ അതിനൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ? ഇത് അലംഘനീയമായൊരു വിധിയായിട്ട് വരും. എന്ത്? മുസ്ലിം ഉമ്മത്തിനെതിരെ ആഗോളതലത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള സമൂഹങ്ങളും രാഷ്ട്രങ്ങളും ഭരണകൂടങ്ങളും അധികാരങ്ങളും ഇസ്ലാമിനെതിരായിട്ട് വരും. അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാണ്ടാവില്ല. എന്നാൽ അതാണോ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ആയിരിക്കാൻ വഴിയില്ല. മുസ്ലിം ഉമ്മത്തിന് വരാനിരിക്കുന്ന ഒരു ഗതികേടിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ്. ആ ഗതികേടിലേക്ക് മുസ്ലിം ഉമ്മത്ത് വന്നുപെടാതിരിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നിങ്ങൾ അതാത് കാലങ്ങളിൽ നടത്താതിരുന്നാൽ നിങ്ങൾക്ക് ഈ ദുർഗതി വരുമെന്ന ഓർമ്മപ്പെടുത്തലാവാനേ വഴിയുള്ളൂ. മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമഗ്രമാണ്, സമ്പൂർണ്ണമാണ്. ഇതൊക്കെ നമ്മൾ ഇടതടവില്ലാതെ കേൾക്കുന്നതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമഗ്രമാണ്, അതിലെല്ലാം ഉണ്ട് അത്രേ. അത് സമ്പൂർണ്ണമാണ് പോലും, അതിന് വേറൊന്നും എടുക്കാനുമില്ല, അതിനൊന്നും കൊടുക്കാനുമില്ല. അങ്ങനെയുള്ളൊരു മുസ്ലിം ഉമ്മത്ത്, അതിനനുധാവനം ചെയ്യുന്ന ഒരു മുസ്ലിം ഉമ്മത്തിന് ഇങ്ങനെ ഒരു ഗതി വരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവചനം കൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ, മുസ്ലിങ്ങളാണ് എന്ന നാമധാരണത്തിനപ്പുറം ഇസ്സത്തും അന്തസ്സും അഭിമാനവും പ്രാതിനിധ്യവും അടയാളങ്ങളും പ്രാതിനിധ്യങ്ങളും നഷ്ടപ്പെട്ട ഒരു ഗതികേടിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെടുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സഹാബാക്കൾക്ക് അത് മനസ്സിലായില്ല. അവർ ചോദിച്ചു, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് മുമ്പ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാനിവിടെ അത് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ഒരു കഥയുണ്ട്. ഏതായാലും അത് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, സാന്ദർഭികമായിട്ട് ഞാൻ പറയാതിരിക്കാൻ വഴിയില്ല. എന്നാലും സാന്ദർഭികമായിട്ട് അതിന് വലിയൊരു പ്രസക്തിയുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇതുപോലെ ഒരു ദീനീ സന്നിധി കഴിഞ്ഞിട്ട് കുറേ ആളുകൾ രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങി പോവാൻ. അപ്പോൾ രാത്രിയാണ്, അതിവൈകിട്ടാണ് സദസ്സ് കഴിഞ്ഞത്. അതുകൊണ്ട് ആളുകളൊക്കെ പോകുമ്പോൾ അന്നത്തെ കാലത്ത്, പഴയ കാലമാണ്, ആളുകളൊക്കെ തങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചൂട്ട് കത്തിച്ചിട്ടാണ് പോവുക. പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ? ചൂട്ട് കത്തിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചൂട്ട് കത്തിച്ചിട്ട് തങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ടോർച്ചിന് പകരം അതും വേണ്ട, മൊബൈലാണ്, അതിന് പകരം അന്ന് ചൂട്ടാണ്. ചൂട്ട് കത്തിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അതിൽ കണ്ണ് കാണാത്തൊരു മനുഷ്യൻ
അയാളും ഇതിൻ്റെ ഇടയിൽ കൂടെ തിക്കി തിരക്കി ഇടിച്ചും വേണം ഒരു ചൂട്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പരും കത്തിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കൾ ചോദിച്ചു, അല്ല സുഹൃത്തെ, താങ്കൾക്ക് ചൂട്ടുണ്ടായിട്ട് എന്താ കാര്യം? ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ കണ്ണ് കാണുന്ന ഞങ്ങൾക്കല്ലേ, താങ്കൾക്ക് കാഴ്ചയില്ലല്ലോ, കാഴ്ചയില്ലാത്ത താങ്കൾക്ക് എങ്ങനെയാണ് ചൂട്ട് ഉപകാരപ്പെടുന്നത്? അപ്പം അന്ധനായ മനുഷ്യൻ പറഞ്ഞു, ഒന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വരമ്പത്ത് കൂടി പോകാനുണ്ട്. അപ്പോൾ ആ വരമ്പത്ത് കൂടെ ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിലൊരു ചൂട്ടുണ്ടെങ്കിൽ ആ വരമ്പിലൂടെ എതിരെ വരുന്ന ആൾക്ക് എന്നെ കാണാലോ. അപ്പം എന്നെ അയാൾ കൂട്ടിയിടിക്കാതിരിക്കാൻ എൻ്റെ കയ്യിലെ ചൂട്ട് സഹായിക്കുമല്ലോ. ന്യായം, ന്യായം. ആയിക്കോട്ടെ, അദ്ദേഹത്തിനും കൊടുത്തൊരു ചൂട്ട്, അദ്ദേഹം അങ്ങനെ ചൂട്ടും പിടിച്ചിട്ട് പോകാം. നമ്മളെ വിഷയം അതല്ല. ചൂട്ട് പിടിച്ചിട്ട് അദ്ദേഹം പോകുമ്പോൾ വരമ്പത്തെത്തിയപ്പോൾ എതിരെ വന്ന ആൾ കൂട്ടിയിടിച്ചു. രണ്ടുപേരും കൂടി വരമ്പത്തുനിന്ന് വീണു. അപ്പോൾ ഈ മനുഷ്യൻ തപ്പിപ്പടഞ്ഞ് എണീറ്റ് ചോദിച്ചു, അല്ല സഹോദര, ഞാൻ എൻ്റെ കയ്യിൽ ഈ ഉയർത്തിപ്പിടിച്ച ചൂട്ട് കണ്ടിട്ടെങ്കിലും താങ്കൾക്ക് മനസ്സിലായിക്കൂടെ ഒരാൾ വരുന്നുണ്ട് എന്നുള്ളത്? എതിരെ വന്ന് അയാളെ ഇടിച്ചാഗതം പറഞ്ഞു, ആ ചൂട്ടുണ്ടായിരുന്നല്ലേ സഹോദര, അത് കെട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ചൂട്ട് കെട്ടുപോയിട്ടുണ്ട്, അത് ഈ അന്ധൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് താങ്കളെ കാണാതിരുന്നത്. ഇസ്സത്തുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ നിലവിലുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്സത്ത് പരിശോധിക്കുമ്പോൾ ഈ കത്താതെ പോയ അല്ലെങ്കിൽ കെട്ടുപോയ ചൂട്ടിൻ്റെ അവസ്ഥയാണ് മുസ്ലിം ഉമ്മത്തിന് തങ്ങളുടെ പ്രാതിനിധ്യത്തെ അളക്കുമ്പോൾ മനസ്സിലാവും. മുസ്ലിങ്ങൾ എമ്പാടുണ്ട്. യുവൻ വീടിൽ പറഞ്ഞതുപോലെ, യു ക്യാൻ സീ മുസ്ലിംസ് എനിവേർ ഹിയർ ബട്ട് യു കാണ്ട് സീ ഇസ്ലാം ഹിയർ. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ വന്നിട്ട് പറഞ്ഞാണ്. തൻ്റെ ജീവിതത്തിൻ്റെ മധ്യകാലത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുകയും, നമ്മളൊന്നും മുസ്ലിം ആയതുപോലെയല്ല, ഇസ്ലാമിനെ എല്ലാ അർത്ഥത്തിലും പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിരുന്ന തൻ്റെ ജീവിതാവസ്ഥയിൽ നിന്ന് ദീനിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഹിദായത്ത് കിട്ടിയിട്ട് ദീനിലേക്ക് കടന്നു വന്ന അവരെ ഇസ്ലാമിക സമ്മേളനത്തിന്, ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് വിളിച്ചപ്പോൾ അവരെ സകലരെയും സാക്ഷിയാക്കിക്കൊണ്ട് അവർ പറഞ്ഞതാണ്, യു ക്യാൻ സീ മുസ്ലിംസ് എവ്രിവെയർ ഹിയർ ബട്ട് യു കാണ്ട് സീ ഓർ ഐ കാണ്ട് സീ ഇസ്ലാം ഹിയർ. അവർ ബ്രിട്ടീഷുകാരിയാണ്. ബട്ട് ഇഫ് യു കം ടു മൈ കൺട്രി യു കനോട്ട് സീ ദീസ് മച്ച് മുസ്ലിംസ് ബട്ട് യു ക്യാൻ സീ ഇസ്ലാം എവ്രിവെയർ. ഇവിടെ നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് മുസ്ലിങ്ങളെ കാണാം, എനിക്കും കാണാം, പക്ഷെ ഇസ്ലാമിനെ കാണുന്നില്ല. നിങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്. അടുത്ത കാലത്ത് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന എനിക്ക് ഇസ്ലാമിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് ആഗോള മുസ്ലിം സമ്മേളനമാണ്. നിങ്ങൾ എൻ്റെ നാട്ടിലേക്ക് വാ, അവിടെ മുസ്ലിങ്ങൾ തുലോമുള്ളൂ, പക്ഷേ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാം? ഇസ്ലാമിനെ കാണാം. അതാണ് ഇസ്ലാമിൻ്റെ ഇസ്സത്ത് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ ഇസ്സത്ത് എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മെ എതിരെ വരുന്നവർക്ക്, നമ്മെ അഭിമുഖീകരിക്കുന്നവർക്ക് ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യാൻ മുസ്ലിം ഉമ്മത്തിന് വേണ്ട പോലെ സാധിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താണ്? നമ്മളുമായി സഹവസിക്കുന്ന ഒരാൾക്ക് നമ്മളോട് ഒരു നല്ല സമീപനം ഉണ്ടാവും, നമ്മളോട് ഇഷ്ടമുണ്ടാകുന്നു. ആ ഇഷ്ടത്തിൻ്റെ കാരണം നിങ്ങൾ മുസ്ലിമാണ് എന്നത് അയാൾക്ക് ബോധ്യപ്പെടുന്നു. ഇതല്ലേ പ്രാതിനിധ്യം എന്ന് പറയുന്നത്? ഇതിനല്ലേ പ്രാതിനിധ്യം എന്ന് പറയുന്നത്? വൈ ഐ ആം, ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയാത്തത് തന്നെയാണ്. ആ ഒരു ഇസ്സത്ത് നമുക്ക് കൈമോശം വന്നുപോയത് തന്നെയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ടാണ് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, പ്രവാചകരെ, അങ്ങനെ ഒരു കാലം ഇനി വരുമോ? ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ, നമ്മൾ അതൊക്കെ അഭിമുഖീകരിച്ചില്ലേ, നമുക്ക് ലോകത്തിൻ്റെ അംഗീകാരം കിട്ടിയില്ലേ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയില്ലേ, അള്ളാഹുവിൻ്റെ ദീന് പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ സംസ്ഥാപനം നമ്മൾ നടത്തിയില്ലേ, ലോക അംഗീകാരം നമുക്ക് കിട്ടിയില്ലേ, രാഷ്ട്രങ്ങളായില്ലേ, അധികാരമായില്ലേ ഇസ്ലാമിൻ്റെ കയ്യിൽ, നമസ്കാരം മുതൽ അധികാരം വരെയുള്ള സകലതും നമ്മുടെ കൈക്കുള്ളിലല്ലേ, അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നില്ലേ? പിന്നെ ഇനിയൊരു കാലം വരാനുണ്ടോ അന്ന് എല്ലാവർക്കും കയറി അങ്ങ് മേയാൻ, എല്ലാവർക്കും കയറി അങ്ങ് കൈയടക്കാൻ, എല്ലാവരും പല്ലും നഖവും കാട്ടി പല്ലിളിച്ച് കാട്ടി ഭയപ്പെടുത്താൻ പാകത്തിന് നമ്മൾ അത്രയ്ക്ക് എണ്ണം കുറഞ്ഞു പോവും? അത്ര തുലോം ആൾക്കാരായിട്ട് ഇനിയും കുറയോ? അതിന് പ്രവാചകൻ പറഞ്ഞ മറുപടിയാണ്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ബൽ അൻതും യൗമഇദിൻ കസീർ. അല്ല, ബൽ അല്ല, അന്തും യൗമഇദിൻ കസീർ. അന്നും നിങ്ങളെ എമ്പാടുണ്ടാവും, അക്സർ മിൻ അക്സർ. അന്നും നിങ്ങളെ എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടാവില്ല, ഇന്നത്തേനേക്കാൾ ഒരുപാട് എണ്ണം ഉണ്ടാവും. പക്ഷേ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. അന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ,
ഒരു നദിയിലെ മാലിന്യത്തെ പോലെ മാലിന്യത്തിന് സമാനമായിരിക്കും നിങ്ങൾ. ഒഴുകുന്ന വെള്ളത്തിലെ മാലിന്യം പോലെ എങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും നിങ്ങൾ സമൂഹത്തിന്. അതെന്താ ഒഴുകുന്ന നദിയിലെ മാലിന്യത്തിൻ്റെ പ്രത്യേകത? അത് വെള്ളം അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകും, വെള്ളപ്പുറത്ത് കൂടെ പോയാൽ അങ്ങോട്ട് പോകും. അവിടെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അവിടെ കുറേ നേരം തടയും, അവിടെ കുറേ നേരം എന്തോ എന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാണ്ട് അവിടെ കിടന്നിട്ട് ഇങ്ങനെ പതക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വന്നിട്ട് കൊണ്ട് വേറെ കൊണ്ടുപോകും. ഇങ്ങനെ മുസ്ലിം സമൂഹം അവിടെ നിന്ന് ഇവിടേക്ക്, ഇവിടെ നിന്ന് അവിടേക്ക്, അവിടെ നിന്ന് ഇവിടേക്ക് നിലയില്ലാതെ ഇസ്സത്ത് നഷ്ടപ്പെട്ട്, അംഗീകാരം നഷ്ടപ്പെട്ട്, പ്രാതിനിധ്യം നഷ്ടപ്പെട്ട്, അടയാളങ്ങൾ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ട് ചപ്പ് ചവറുകൾ പോലെയാകും. ആ അവസ്ഥയാണ് പ്രവാചകൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോഴും നമ്മൾ വിചാരിക്കും അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടെന്നിപ്പോൾ പ്രവാചകൻ പറഞ്ഞപ്പോൾ നമ്മളെന്താ കേട്ടെ? പ്രവാചകൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കില്ലല്ലോ. സഹിക്കന്നെ അല്ല, അപ്പം എന്താ ചെയ്യുക? സഹിക്കന്നെ അല്ലല്ലോ. അപ്പോഴും അവർ ചോദിച്ചു അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മുൻപ് പ്രവാചകൻ ചോദിക്കുകയാണ്, നദിയിലെ മാലിന്യങ്ങൾ പോലെ. ആ കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഭയം, നിങ്ങളോടുള്ള ബഹുമാനം, നിങ്ങൾക്കുള്ള അംഗീകാരം അത് ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അള്ളാഹ് അങ്ങോട്ട് മാറ്റിടും. പിന്നെ നിങ്ങൾ ആരും വകവെക്കൂല. അങ്ങനൊരവസ്ഥ വരും. എന്നിട്ട് എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു വഹന് അത് തരും നിങ്ങൾക്ക്. മുസ്ലിം ഉമ്മത്തിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ വഹൻ ഉണ്ടാക്കി തരും. അപ്പോൾ പിന്നെ ആളുകൾ ചോദിച്ചു, കാരണം അതൊരു പുതിയ സാധനമാണല്ലോ, യാ റസൂലല്ലാഹ് വമൽ വഹ്ൻ, എന്താണ് പ്രവാചകരെ വഹൻ? അതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയുടെ കാരണമായിട്ട് അന്നും ഇന്നും എന്നും പറയാനുള്ളത് ഹുബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം, ദുനിയാവ് പിടിച്ചടക്കാനുള്ള ശ്രമം. മുസ്ലിം ഉമ്മത്ത് എവിടെയാണ് പിറകിലായിട്ടുള്ളത്? നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. ആഗോളതലത്തിൽ ധനികരാരാണ്? ആഗോളതലത്തിൽ, ഒരു വ്യക്തി എന്ന അർത്ഥത്തിലല്ല. നമ്മളെ നാട്ടിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. കച്ചവടത്തിലൂടെ, മറ്റൗദ്യോഗിക രീതികളിലൂടെ സമ്പത്ത്, ധനം അത് മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അത് പലപ്പോഴും അവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഭൂരിപക്ഷം അല്ലെങ്കിൽ മുഴുവൻ അല്ലെങ്കിലും ഭൂരിപക്ഷം അത് ഉപയോഗിക്കുന്നുണ്ട്. അത് രാജ്യത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിന്, സക്കാത്തിൻ്റെ വഴിയിലും സദക്കയുടെ വഴിയിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ദുനിയാവ് അത് നേടിയെടുക്കാൻ, അതിനുള്ള വഴി കണ്ടെത്താൻ മുസ്ലിം ഉമ്മത്ത് അത്ര പിറകിലൊന്നല്ല. പക്ഷെ എവിടെ പ്രശ്നം ചോദിച്ചാൽ, സമഗ്രമായ ഇസ്ലാം, ആ ഇസ്ലാമിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലേക്കും വേണ്ടത് ആ ഇസ്ലാമിനകത്തുണ്ടായിട്ടും വ്യക്തിതലത്തിൽ, കുടുംബതലത്തിൽ, സംഘടനാ തലത്തിൽ, രാഷ്ട്രതലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, സാമൂഹിക തലത്തിൽ, വൈയക്തിക തലത്തിൽ നമ്മൾ ഇസ്ലാമിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു രാഷ്ട്രീയ വിഷയം വന്നാൽ അവിടെ നമുക്ക് ഒരു ഇസ്ലാമികേതര പ്ലാറ്റ്ഫോമുണ്ട്. വേണ്ട, എൻ്റെ സ്വത്ത്, എനിക്കെന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ എൻ്റെ മരണശേഷം ആ സ്വത്ത് എൻ്റെ മക്കൾക്ക്, പെൺമക്കൾക്കും ആൺമക്കൾക്കും തുല്യമായി കിട്ടാൻ ഇസ്ലാമിക ശരീഅത്തിനെതിരിൽ മറ്റൊരു വ്യവസ്ഥിതിയിലൂടെ തൻ്റെ പുനർവിവാഹം നടത്താൻ പോലും തയ്യാറായ ഒരു മുസ്ലിം ജീവിച്ച കാലത്താണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലേ? എൻ്റെ സ്വത്ത് എൻ്റെ മരണാനന്തരം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെയല്ല അള്ളാഹുവിൻ്റെ ശരീഅത്ത്. അതിന് കാരണങ്ങളുണ്ട്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളുണ്ട്, കാലോചിതമായ കാരണങ്ങളുണ്ട്. അതിന് പരിഹാരമുണ്ട്, അതിന് വേറെ പരിഹാരമുണ്ട്. പക്ഷെ അത് അറിയില്ല. അത് സ്വയം ഒരു നിയമജ്ഞനായിട്ട് പോലും എനിക്കതറിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ആ വിഷയത്തിൽ തൽക്കാലം ഇസ്ലാമിനോട് വിട്ടു. അവിടെ ഇസ്ലാം വേണ്ട. പകരം ഇസ്ലാമിന് വിരുദ്ധമായ, ഇസ്ലാമിൻ്റെ എതിർപക്ഷമായിട്ടെന്നും നിന്നിട്ടുള്ള ഒരു വിഭാഗത്തോട് ചേർന്ന് പുനർവിവാഹം നടത്താൻ തയ്യാറാവുന്നു. ഇവിടെയല്ലേ ഇസ്സത്ത് ചർച്ച ചെയ്യുന്നത്. ഇത് കാണുന്ന പൊതുസമൂഹം എന്താണ് കാണുന്നത്?
തങ്ങളുടെ ജീവിത വ്യവസ്ഥയ്ക്കുള്ളിലുള്ള നിയമങ്ങൾ തൃപ്തികരമല്ലാത്തത് കൊണ്ട് ആ വിഷയത്തിൽ അവർ തന്നെ പുറമേയുള്ള വ്യവസ്ഥിതികളെയും വ്യവസ്ഥകളെയും അംഗീകരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു. എവിടെയാണ് പിന്നെ നിങ്ങൾ ഇസ്ലാം? എന്ത് ഇസ്സത്താണ് നിങ്ങളുടെ ഇസ്ലാമിന്? ഉത്തരേന്ത്യയിലൊക്കെ ഒരു BPL കാർഡ് കൊടുത്താൽ, അല്ലേ, കാർഡ് വെള്ളക്കാർഡിന് പകരം നീലക്കാർഡ് കൊടുത്താൽ അന്നു മുതൽ തങ്ങൾ ഇസ്ലാമല്ല എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള ഗർവാപ്പസിക്ക് വിധേയപ്പെടുന്ന ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളും ഞാൻ ഈ പറഞ്ഞ കേരളത്തിലെ മുസ്ലിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പദപ്രയോഗത്തിൽ, കാഴ്ചയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടിൻ്റെയും ഫലം ഒന്ന് തന്നെയാണ്. തങ്ങൾക്ക് ഭൗതികമായി എന്തെങ്കിലും കിട്ടുന്നു വന്നാൽ അവരുടെ കൂടെ നിൽക്കും. അത് സ്ഥാനമാവാം, അംഗീകാരമാവാം, ധനമാവാം, സമ്പത്താവാം. ഏതർത്ഥത്തിൽ പറഞ്ഞാലും അതാണ് ഹുബ്ബുദുനിയ, അതാണ് വഹ്ന്. അത് വന്നാൽ പിന്നെ കറാഹിയത്തുൽ മൗത്ത്, പിന്നെ മരണത്തെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ല. മരണത്തെക്കുറിച്ച് സംസാരിക്കണ തന്നെ പേടിയാണ്. ഞാൻ മരിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിന്തയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആൾക്കാരും മരിക്കണ ഇഷ്ടമല്ല. നമ്മൾ ആൾക്കാർക്ക് നമ്മൾ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വേറെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയും. അതായത് മരണം നമ്മുടെ ഒരു 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 ചിന്തയിലേക്ക്, ഒരു ചർച്ചയിലേക്ക്, ഒരു തൃപ്തിയിലേക്ക് വരുന്നില്ല. മറിച്ച് മരണാനന്തരമാണ് നമ്മുടെ ജീവിതം വരാനിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോഴാണല്ലോ നമ്മളൊക്കെ ഇഖ്ലാസിലാവുന്നത്, നമ്മളൊക്കെ ഹിദായത്തിലാവുന്നത്. അതുപോലും മറച്ചു വെച്ചിട്ട് താങ്കൾ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായാൻ യാതൊരു ഉളുപ്പുമില്ലാതെ അഭിമാനക്ഷതം സംഭവിച്ച് തിരിച്ചറിവ് നഷ്ടപ്പെട്ട് പ്രാതിനിധ്യം നഷ്ടപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് അന്തസ്സില്ലാത്ത ഇസ്സത്തില്ലാത്ത ഒരു സമൂഹമായിട്ട് മുസ്ലിം മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധാലുവാകേണ്ടതുണ്ട് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയെങ്കിൽ ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമകാലിക മുസ്ലിം ഉമ്മത്ത് വഴുതിപ്പോയെങ്കിൽ അതിനുള്ള പരിഹാരം കാണേണ്ടത് ഒരു തിരിച്ചുപോക്കല്ലാതെ മറ്റെന്താണ്? ആ തിരിച്ചുപോക്ക് വൈയക്തികമായ തിരിച്ചുപോക്കല്ല, വൈജ്ഞാനികമായ തിരിച്ചുപോക്കല്ല, ദീനീപരമായൊരു തിരിച്ചുപോക്ക്. അതാണ് ഇസ്സത്തുണ്ടായിരിക്കുക എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ വഹ്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭൗതികതയിൽ അങ്ങ് ഊളിയിടുകയാണ്. നിസ്കരിക്കുന്നുണ്ടാവാം, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവാം, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവാം, അതുപോലെയുള്ള ഇസ്ലാമിക കാര്യങ്ങളൊക്കെയും ശാരീരികമായി ചെയ്തിട്ടുണ്ടാവാം, അല്ലേ? ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്, ധനം കൊണ്ട് ചെയ്യേണ്ട ഇബാദത്തുകളുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഹലസുണ്ടല്ലോ, മുഖ്ലിസി എന്നൊക്കെ പറയുന്ന, കലർപ്പില്ലാത്ത, കളങ്കമില്ലാത്ത, എന്തിനും എൻ്റെ ദീൻ. എൻ്റെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ ദീൻ എന്ത് പറയുന്നു ആ വിഷയത്തിൽ? എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ ദീൻ എന്ത് പറയുന്നു ആ വിഷയത്തിൽ? എൻ്റെ മകളുടെ വൈവാഹികമായൊരു പ്രശ്നം ഉണ്ടാവുന്നു, അത് നിങ്ങൾ അങ്ങനെ പറയുക എങ്ങനെയാണ്? അതെങ്ങനെ നിങ്ങളങ്ങോട്ട് തീരുമാനിക്കാം? ദീൻ ആ വിഷയത്തിൽ എന്താ പറയുന്നത്? അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഓരോ മുസ്ലിം ഉമ്മത്തിലെ ഓരോ അംഗങ്ങൾക്കും കഴിയുക എന്നിടത്താണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്ത് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ മുസ്ലിം ഉമ്മത്തിനെ ആർക്കും എവിടെയും എങ്ങനെയും പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് വെച്ചിട്ട്. ലോകത്ത് നടന്നിട്ടുള്ള ഏതെങ്കിലും, ഞാനിപ്പോൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാര്യം എടുക്കുക. ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കലാപം മുസ്ലിങ്ങളാൽ നടത്തപ്പെട്ട് നിങ്ങൾക്ക് തെളിഞ്ഞതായി കാണിക്കാൻ കഴിയുമോ? പലത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതൊക്കെ വീണ്ടും തെളിഞ്ഞു വന്നത് വേറെ രീതിയിലാണ്. അതൊക്കെ പിന്നീട് വലിയ പ്രശ്നമാകാതെ പോയത് നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ കൊണ്ടാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ എവിടെയും ദുരന്തമുഖത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, അശാന്തി പരക്കുമ്പോൾ ശാന്തിയുടെ തെളിദീപമായി അവിടെ ഓടിയെത്തുന്നത് ആരാണ്? മുസ്ലിങ്ങളാണ്. തൊട്ടടുത്ത് നമ്മുടെ വയനാട്ടിൽ ദുരന്തമുണ്ടായല്ലോ. അവിടെ ഓരോ അമുസ്ലിം സുഹൃത്തുക്കളിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു സമൂഹമില്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ ഈ മൈക്കിന് മുഖത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ ഞങ്ങൾ ജീവനോടെ ബാക്കിയുണ്ടാകുമായിരുന്നില്ല എന്നൊരു അമുസ്ലിം സുഹൃത്ത്. ഇവരുടെ ആരാധനാലയമായ ഈ പള്ളിയെങ്കിലും ഈ ഉരുൾപൊട്ടലിന് ശേഷം ബാക്കിയായിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരു അസൈലമില്ലാതെ പോകുമായിരുന്നു എന്നൊരു മുസ്ലിം സുഹൃത്ത്. ഹിജ്റ പോകുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് അന്നത്തെ ഖുറൈശി പറഞ്ഞത്, ഉമറെ, അബൂബക്കറെ താങ്കൾ പോകരുത്,
താങ്കളുടെ പ്രവാചകൻ മുഹമ്മദ് പോയിക്കോട്ടെ. കാരണം താങ്കളെപ്പോലെയുള്ളവർ പോയാൽ മക്കയിൽ സത്യസന്ധരായിട്ടുള്ള നീതിമാന്മാരായ ആളുകൾ ഇല്ലാതെ പോകും. അബൂബക്കറെ, ദീന് വിശ്വസിച്ചിട്ടില്ല. താങ്കളുടെ ദീന് ഞങ്ങൾക്ക് വേണ്ട. താങ്കൾ വേണമെങ്കിൽ രഹസ്യമായിട്ട് ഈ ദീന് കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ താങ്കൾ മദീനയിലേക്ക്, അല്ലെങ്കിൽ താങ്കൾ ഹിജ്റ പോകരുത്, മക്ക വിട്ട് താങ്കൾ പോകരുത്, താങ്കൾ ഇവിടെ വേണം. അതാണ് ഇസ്സത്ത്. ആ ഇസ്സത്ത് അവിടെ നിന്നൊക്കെ പോയിട്ട് നിങ്ങളിവിടെ വേണ്ട എന്ന് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം, വെറുപ്പുൽപാദിപ്പിക്കുന്ന ഒരു വിഭാഗം പറയുമ്പോൾ അത് ശരിയാണ് എന്ന് വിശ്വസിക്കേണ്ടുന്ന ദുരവസ്ഥയിലേക്ക് പൊതുസമൂഹം എത്തിയിരിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ അത്തരം ആക്രോശങ്ങൾക്ക് കൈകൊടുക്കുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടിട്ട് ജയിക്കില്ലല്ലോ. അതിൽ വേറെ പല വിഷയങ്ങളുണ്ടാവാം, പല സാങ്കേതിക വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കറിയാലോ, ഗുജറാത്തിലാവട്ടെ, യു പിയിലാവട്ടെ, അവിടെയൊക്കെ കുറേയൊക്കെ ഈ ചങ്ങായിമാരുള്ളിടത്ത് പ്രശ്നമുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ, നിഷ്പക്ഷ പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ഇസ്ലാമിൻ്റെ എതിർപക്ഷത്തിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അങ്ങനെ ഒരു ഇസ്ലാമിക ഇസ്സത്ത് സമൂഹത്തിൽ കാണാൻ പൊതുവിൽ സാധിക്കുന്നില്ല എന്നതാണ്. അതിന് നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പക്ഷത്തെയോ ഏതെങ്കിലും ഇതര സംഘടനകളെയോ സംഘത്തെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഈ വഹ്നിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഖുർആൻ പലപ്പോഴും അതിനെ വഹ്ന് എന്നല്ല ഉദ്ദേശിച്ചത്, ഇത്തിബാ ഉൽ ഹവ എന്നാണ് പറയാറ്. ഇത്തിബാ ഉൽ ഹവ, നമ്മുടെ താല്പര്യങ്ങളുണ്ട്. ദീന് വേണം, പക്ഷെ അതിൻ്റെ താല്പര്യത്തിനാവണം. ഏതെങ്കിലും വിഷയത്തിൽ എൻ്റെ താല്പര്യത്തിനെതിരെ ഈ ദീന് പറഞ്ഞാൽ, എൻ്റെ താല്പര്യത്തിന് യോജിക്കാത്ത രീതിയിൽ ദീനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതെനിക്ക് വേണ്ട, അത് വേണ്ട, അത് പറ്റൂല കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ഓക്കെ. നിസ്കരിക്കാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, 5 വക്തല്ലേ, ഞാൻ നിസ്കരിച്ചോളാം, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. സക്കാത്തല്ലേ 2.5% കൊടുത്തോളാം, ഞാൻ അതിൻ്റെ പേരിൽ പിന്നെ നരകത്തിലിടണ്ട. ഹജ്ജല്ലേ, ഹജ്ജൊക്കെ എനിക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആരോഗ്യമുണ്ട്, വഴിയുണ്ട്, പണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഞാൻ പോയിട്ട് ഹജ്ജും ചെയ്തോളാം. നോമ്പല്ലേ, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ നോമ്പും നോറ്റോളാം. പക്ഷെ വേറെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, അതിപ്പോൾ ഞാനിപ്പോൾ ഒരു നിലപാടിലാണ്. ഞാനിപ്പോൾ എനിക്കതിൽ ആ വിഷയത്തിലൊരു നിലപാടുണ്ട്. അതിപ്പോൾ ഞാൻ പെട്ടെന്ന് പാതി വഴിയിൽ ഇട്ട് പോയാൽ അത് സാധിക്കില്ല. അതുകൊണ്ട് ആ വിഷയമല്ലാത്ത എല്ലാ വിഷയങ്ങളിലും ഞാൻ ഇസ്ലാമിൻ്റെ കൂടെയുണ്ട്. ആ വിഷയത്തെ അങ്ങനെ നിൽക്കട്ടെ, അത്രയ്ക്ക് എനിക്ക് തൽക്കാലം പറയാൻ പറ്റും. ഈ വിഷയത്തിൽ ഞാൻ അതിപ്പോൾ എനിക്കങ്ങനെ എടുത്ത് പറയാൻ കഴിയില്ല. അതിപ്പോൾ ഞാനിപ്പോൾ അതിപ്പോൾ ഒന്നും നിലം തുടങ്ങിയൊന്നല്ല അപ്പോൾ അത്. അതോടൊപ്പം നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കുന്നില്ലേ, ഞാൻ ഇസ്ലാമിക കാര്യങ്ങളൊക്കെ നടത്തുന്നില്ലേ? പിന്നെ ആ ഒരു വിഷയമില്ലാത്തതിൻ്റെ പേരിൽ അവിടെയാണ് ഇസ്സത്ത് നഷ്ടപ്പെടുന്നത്. സമഗ്രമായ സമ്പൂർണ്ണമായ ഒരു ഇസ്ലാം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതിൻ്റെ സമ്പൂർണ്ണതയിലും അതിൻ്റെ സമഗ്രതയിലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. അതിൻ്റെ വിഷയത്തിൽ നമ്മൾ എവിടെയെങ്കിലും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന കാരണങ്ങളൊക്കെയും ചില മറകളാണ്. യഥാർത്ഥ കാരണം നമ്മുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ വഹ്ന് എന്ന് പറയുന്നതിലുപരി ഇത്തിബാ ഉൽ ഹവ, നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ചില താല്പര്യങ്ങളോട് നമുക്ക് വലിയ താല്പര്യമില്ല. അള്ളാഹുവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്നതാണ് ഇസ്സത്തെങ്കിൽ ചില വിഷയങ്ങളിലെങ്കിലും അള്ളാഹുവിൻ്റെ താല്പര്യം തൽക്കാലം നടപ്പിലാക്കാൻ എനിക്ക് നിർവാഹമില്ല എന്ന് പറയുന്നിടത്താണ് ഇസ്സത്ത് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആരോടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്? പ്രവാചകനോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. സൂറത്തുൽ ബഖറയിലെ 145-ാമത്തെ വചനം എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്? താങ്കൾക്ക് അറിവ് വന്നു, ഇൽമു വന്നു, വെളിച്ചം വന്നു, ദീന് വന്നു, സകല കാര്യങ്ങളും താങ്കൾക്ക് ബോധ്യപ്പെട്ടു, താങ്കൾക്ക് തിരിച്ചറിവുണ്ടായി. അവരുടെ താല്പര്യങ്ങൾക്ക് ഇനി താങ്കൾ വഴങ്ങിപ്പോയാൽ, ആരുടെ താല്പര്യം? അവിടെ കുറേ താല്പര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇതിലങ്ങോട്ട് ഉറച്ചു നിന്നാൽ എൻ്റെ ആൾക്കാർ എന്നോട് എന്ത് പറയും? എന്നോട് ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകളില്ല, ഞാനും അവരും ഇന്നലെ വരെ ഒന്നിച്ചല്ലേ വന്നിരുന്നത്. ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, എനിക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു വീക്ഷണമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിടുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരോടൊന്ന് സമാധാനം പറയും. അങ്ങനെ ഉണ്ടായിരുന്നു മക്കയിൽ. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ കുഫറിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കുഫറിനോട് ഒരു തരത്തിലും സമരസപ്പെടാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത ആയത്തുകൾ വന്നപ്പോൾ അതുവരെ ഇസ്ലാമിനോട് ചേർന്ന് നിന്നിരുന്ന ആളുകൾക്കൊക്കെ പ്രശ്നമായി. അത്രയ്ക്ക് അങ്ങോട്ട് കടുപ്പം വേണ്ടിയിരുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ അത്തരം ഇറങ്ങിയ ആയത്തുകളിലെ ചില കഷ്ണങ്ങൾ മാറ്റിവെച്ച് ഗാംഭീര്യം കുറച്ചിട്ട് മക്കയിലെ പല സ്ഥലങ്ങളിലും എഴുതി വെക്കുന്നിടത്ത് വരെ അന്നത്തെ
വിശ്വാസികളെന്ന് അവകാശപ്പെട്ട ആളുകൾ വരെ പറയാൻ തുടങ്ങി. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിരുന്നില്ല, ഇത്ര ആയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നമ്മളെ ആൾക്കാരെ മൊത്തം എങ്ങനെയാണ് നോക്കുക, നമ്മളിതുവരെ അവരുടെ കൂടെയല്ലായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. പ്രവാചകൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ അഭീഷ്ടത്തിനെതിരെ നിൽക്കൂലല്ലോ. എന്നാലും സാഹചര്യത്തിൻ്റെ ഗൗരവം അതാണ്, സാഹചര്യത്തിൻ്റെ ഗൗരവം. അങ്ങനെയാണെങ്കിൽ താങ്കളും വഴികേടിലാവട്ടോ. പ്രവാചകൻ അങ്ങനെ ആവൂലെന്ന് ഉറപ്പാണ്. എന്നാലത് പറയാതെ വിട്ടില്ല. അവരുടെ ഇംഗിതങ്ങൾക്ക് അവരങ്ങനെ പറഞ്ഞാൽ അല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ നിന്നോളി. എങ്ങനെ? ഇതൊക്കെ നമ്മൾ ദിവസം കേൾക്കണല്ലേ അല്ലേ? മുസ്ലിം ഉമ്മത്തിനോട് ഏതെല്ലാം ഏജൻസികളിൽ നിന്ന്, ഏതെല്ലാം ഉറവിടങ്ങളിൽ നിന്ന്, ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്ന് എന്തെല്ലാം സംയമന നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെത്ര പേര് വഴങ്ങി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതേക്കുറിച്ച് പറയരുത്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞോളൂ. ഞങ്ങളുടെ ചില നിലപാടുകളുണ്ട്, അതിനോടൊക്കെ നിങ്ങൾക്ക് സമരസപ്പെടാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ പള്ളിയും നിങ്ങളുടെ ആരാധനയും ആരും ഒന്നും തൊടൂല, പിന്നെ കൂടെ അതൊക്കെ നടക്കും. എന്നാലും പറയുമ്പോൾ അങ്ങനെ പറയും, നിങ്ങൾ നിങ്ങളുടെ പള്ളിക്കകത്ത് നിങ്ങളുടെ ദിക്റുകളും സലാത്തുകളും ആരാധനകളുമായിട്ട് നിൽക്കണം. നിങ്ങൾ പുറത്തു വന്നിട്ട് ദീനിൻ്റെ പ്രബോധനാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ സമഗ്രതയും ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണതയും സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ കാണാൻ കഴിയില്ല. പറ്റുമോ? പറ്റുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആയിക്കോട്ടെ, പ്രശ്നം ഉണ്ടാവണ്ട, സമാധാനമാണല്ലോ ഇസ്ലാമിൻ്റെ അടിത്തറ. അതുകൊണ്ട് നമ്മളായിട്ട് ഇസ്ലാമിൻ്റെ സമാധാനം തൽക്കാലം ഇസ്ലാമിനെ കൊണ്ട് ഒരു സമാധാനക്കേടുണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് ഓരോന്നോരോന്നായിട്ട് വകവെച്ചു കൊടുത്തു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇസ്ലാമിനെ നഷ്ടപ്പെട്ടു. ഇപ്പം അത് തിരിച്ചു പിടിക്കാൻ നേരത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നോ എന്ന് ചെകഞ്ഞു നോക്കിയാൽ കാണാത്ത അവസ്ഥ ഉണ്ടാവും. അതാണ് ഇസ്സത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ ഇലാഹാക്കി മാറ്റാന്നാണ് പറയണത്. ഇലാഹോ ഹവ. കാരണം അള്ളൊരു കാര്യം പറഞ്ഞു, ഓനത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അതവിടെ മാറ്റി വെച്ചിട്ട് സ്വന്തം ഇഷ്ടമെടുക്കുന്നു. അതിന് അള്ള പറഞ്ഞാൽ എന്താ അറിയോ? നിന്റെ ഇഷ്ടത്തെ നീ ഇലാഹാക്കുന്നു. എന്താ നിന്റെ ഇഷ്ടം? അത് സംഘടനാപരമാവാം, വ്യക്തിപരമാവാം, കുടുംബപരമാവാം, പലതും ആവാം. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ വഅളല്ലഹു അല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സംഇഹി വഖൽബിഹി വജഅല അലാ ബസറിഹി. പരിശുദ്ധ ഖുർആനിൽ ഇനി എങ്ങനെയാ പറയേണ്ടത്? അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ. കണ്ടോ നിങ്ങൾ? സ്വന്തം ഇഷ്ടങ്ങളെ ഇലാഹായി അംഗീകരിച്ച, സ്വന്തം ഇഷ്ടങ്ങളെ അള്ളാഹുവിന് പകരമായി വെച്ചവനെ കണ്ടോ? ഇത്തിബാഉൽ ഹവാ, വഹ്ന്. അള്ളാഹു ഇവിടെ ഉണ്ടായിരിക്കെ അള്ളാഹാണ് പറയണത്, അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെ കാറ്റിൽ പറത്തിയിട്ട്, അള്ളാഹുവിനെ അവഗണിച്ചിട്ട്, അള്ളാഹുവിനോടുള്ള ഭയപ്പാട് തെക്കുവയും എല്ലാ വിഷയങ്ങളും അവഗണിച്ചിട്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോവുകയാണ്. പക്ഷെ നിസ്കരിക്കും, നോമ്പ് നോക്കും, സക്കാത്ത് കൊടുക്കും. അവൻ അള്ളാഹു പറയണ എന്താ അറിയോ? ആ അറിവുണ്ടായിരിക്കെ തന്നെ അവനെ ഞാൻ അള്ളാഹു വഴികേടിലാക്കും. ഇൽമുണ്ടവന്, കർമ്മങ്ങളുണ്ടാവും, പക്ഷെ ആ കർമ്മങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അവനെ വഴികേടിലാക്കും, ദുരിതത്തിലാക്കും. തുടങ്ങി വെച്ച ഹദീസ് അവിടെയാണ്. അവനെ ദുരിതത്തിലാക്കും. വഖതമ അലാ സംഇഹി വഖൽബിഹി. അവൻ്റെ കാതിന് സീല് വെക്കും, അവൻ്റെ കൽബിൽ ചുട്ടി വെക്കും. പിന്നെ അവന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അയാൾ പറയണമൊന്നും ശരിയല്ല. എവിടെ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു? അതൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ഹദീസിൻ്റെ അർത്ഥം അതൊന്നുമല്ല. അത് അന്ന് ഖുറൈശികൾ അന്ന് ഇങ്ങനെ, അത് ഇന്ന് നടക്കൂല. കാരണം പിന്നെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വഖതമ സംഇഹി വഖതമ അലാ സംഇഹി. പിന്നെ അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വഖൽബിഹി വജഅല അലാ ബസറിഹി. അവൻ്റെ കണ്ണും അങ്ങനെ, പിന്നെ കണ്ടാലൊന്നും മനസ്സിലാവില്ല. ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ അകാരണമായി അവർ മുസ്ലിമാണ് എന്ന ഒറ്റ കാരണത്താൽ ഒരു ന്യായീകരണവുമില്ലാതെ പുഴുക്കളെ പോലെ കൊന്നൊടുക്കിയാലും അതിനോടൊന്ന് മനസ്താപം തുറന്നു പറയാൻ കഴിയാത്ത ദുരവസ്ഥ മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾക്കുണ്ടെങ്കിൽ ആ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വഖതമ അലാ സംഇഹി വഖൽബിഹി. അതൊന്നും കേൾക്കൂല. മുസ്ലിം ലോകം ഒന്നടങ്കം നിശബ്ദത പാലിച്ചേക്കാം. മുസ്ലിം ലോകം ഒന്നടങ്കം നിശബ്ദത പാലിച്ചേക്കാം. ഒരു പക്ഷേ അമുസ്ലിം ലോകം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിടത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി
പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരു പക്ഷേ ശബ്ദങ്ങൾ ഉയർന്നേക്കാം, എന്നാലും മുസ്ലിം ഉണ്ടൂല. കാരണം അധികാരം, അംഗീകാരം, ഭൗതിക പ്രമത്തത, അഭിമാനമെന്ന് അവർ പറയുന്നത്. പക്ഷെ അതൊന്നല്ല ഇസ്ലാമിൻ്റെ ഇസ്സത്ത്. ഇശാവത്തും ഫമൻ യഹ്ദിഹി മിൻ ബഅദില്ലാഹ്, അവൻ്റെ കാഴ്ചയ്ക്ക് അള്ളാഹു വിരിപ്പിടും, പിന്നെ അവനതൊന്നും കാണാൻ കഴിയില്ല. അഫലാ തദക്കറൂൻ. അപ്പോൾ ഇത്തിബാഉൽ ഹവ എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു ദുർമാർഗത്തിൻ്റെ ആധാരമായിട്ടാണ് അള്ളാഹു കാണുന്നത്. അവിടെയാണ് നമ്മൾ ഇസ്സത്ത് എന്ന് പറയുന്നത്, അവിടെയാണ് ഇസ്ലാമിൻ്റെ ഇസ്സത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിനെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുക, അതിന് വരുന്ന തടസ്സങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമാവരുത്. പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, സൂറത്തുൽ അഹ്റാഫിൽ. അത് അന്ന് ജീവിച്ച കാലമല്ല, അത് വളരെ മുമ്പ് മൂസാ നബി അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതൻ. ഇപ്പം അതിൻ്റെ അപ്പുറത്ത് പറയണ്ടല്ലോ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള മൂസാ അലൈഹി വസല്ലമ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പണ്ഡിതനെ തൻ്റെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് പ്രാർത്ഥന ചെയ്യിപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പണ്ഡിതൻ മൂസാ നബി അലൈഹി വസല്ലമയുടെ കാലത്ത് ബൽആം ഇബ്നു ബാവൂറ എന്നായിരുന്നു ആ പണ്ഡിതൻ്റെ പേര്. പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴേ ബൽആം ഇബ്നു ബാവൂറയെ വിളിച്ച് തൻ്റെ കൂടെ നിർത്തും, കാരണം ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. അങ്ങനെയുള്ള ബൽആം ഇബ്നു ബാവൂറയുടെ കഥ താങ്കൾ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ, വതുൽ അലൈഹിം നബഅല്ലദീ ആതൈനാ ഫനസഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്താൻ. താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, വതുൽ അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ്. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവനിലേക്ക് വന്നു, അവനത് മനസ്സിലായി. ഫൻസലഖ് എന്താ പ്രയോഗം എന്നറിയോ? സലഹ്, അവൻ ഒഴിഞ്ഞു മാറി, കുടഞ്ഞിട്ട്. അങ്ങനെ ഉണ്ടല്ലോ, അത് തന്നെ ബാധിക്കാത്ത രീതിയിൽ കുടഞ്ഞു മാറി. അങ്ങനെ ഒരാളുടെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഫഅത്ബഅഹു ശൈത്താൻ, അതുകൊണ്ടുണ്ടായതെന്താ? അവൻ ശൈത്താനെ പിന്തുടർന്നു. ഫകാന മിനൽ ഗാവീൻ, അങ്ങനെ അവൻ വഴിപിഴച്ചവരിൽ പെട്ടുപോയി. ഗാവീൻ, വളരെ മോശം വഴിപിഴച്ചവരിൽ പെട്ടുപോയി. വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ. ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവനെ നന്നാക്കുമായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ വളരെ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ പറയുന്നിടത്ത് അള്ളാഹ് പറയുന്നതാണ് വലൗ ശിഅനാ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യൂല എന്ന് അള്ളാഹു പറഞ്ഞൊരു കാര്യം. അങ്ങനെ പറയുന്നിടത്താണ് വലൗ ശിഅനാ. അപ്പൊ അള്ളാഹു പറയുന്നതെന്ന് വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർള്. ഞാൻ ഇച്ഛിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ അവനെ ഞാൻ ഉയർത്തുമായിരുന്നു, പക്ഷേ അവൻ ഭൂമിയോട് ഒട്ടിപ്പോയി. ഭൂമിയോട് ഒട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഭൗതികതയോട് ഒട്ടിപ്പോയി. അതുകൊണ്ട് പിന്നെ അവനെ നന്നാക്കി എടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടില്ല. ഫമസലുഹു കമസലിൽ കെൽബ്. അവൻ എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെയുള്ളൊരു വേദിയിൽ പറയാൻ പാടില്ല, പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ നമുക്കും പറയാലോ. കമസലിൽ കെൽബ്, പട്ടിയെ പോലെയാണ് അവൻ. പണ്ഡിതനെ കുറിച്ചാണ് പറയണം. പണ്ഡിതനായിട്ടെന്താ കാര്യം? എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ ഇച്ഛകൾക്കും എൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ സമഗ്രതയ്ക്കും സമ്പൂർണ്ണതയ്ക്കും എതിരിൽ അവൻ്റെ ഇഷ്ടങ്ങളും അവൻ്റെ ആളുകളുടെ താല്പര്യങ്ങളും മുൻനിർത്തിയിട്ട് ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ? പിന്നീട് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഒരു രാജാവ് മൂസാ അലൈഹി വസല്ലമയ്ക്കെതിരിൽ ബൽആം ഇബ്നു ബാവൂറയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, വിഭവം കൊടുത്തിട്ട് അദ്ദേഹം അത് വാങ്ങി. വേറൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു അമലുകൾ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഒറ്റ കാര്യം ചെയ്തുള്ളൂ, മൂസാ അലൈഹി വസല്ലമയ്ക്കെതിരിൽ പ്രാർത്ഥിക്കണം. അദ്ദേഹം പ്രാർത്ഥിച്ചു, മൂസാ അലൈഹി വസല്ലമയ്ക്കെതിരിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന ആൾ അല്ലല്ലേ? ആ പ്രാർത്ഥന സ്വീകരിക്കണോ വേണ്ടോ തീരുമാനിക്കണത് അല്ലയല്ലേ? അതുകൊണ്ട് ആ പ്രാർത്ഥന സ്വീകരിക്കണ്ട എന്ന് അള്ളാഹ്ക്ക് തീരുമാനിച്ച പ്രശ്നം തീരുന്നുള്ളൂ. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ഇംഗിതത്തിൻ്റെ വിഷയമാണിത്. കേവലം സ്വത്തിനു വേണ്ടി ആ രാജാവുമായുള്ള ബന്ധം വഷളാവാതിരിക്കാൻ വേണ്ടി പ്രത്യക്ഷമായി ആ രാജസന്നിധിയിൽ വെച്ച് അദ്ദേഹം, ആ പണ്ഡിതൻ, അയാൾ മൂസാ അലൈഹി വസല്ലമയ്ക്കെതിരിൽ പ്രാർത്ഥിച്ചു.
അതിനാണ് പറയണത് കമസലുഹു കൽബ്, അവന് പട്ടിയുടെ സ്ഥാനമേ ഉള്ളൂ. എന്താ പട്ടിയുടെ പ്രത്യേകത? ഇൻ തഹ്മൽ അലൈഹി യൽഹദ് ഔ തത്റകഹു യൽഹദ്. അതെപ്പോഴും അതിൻ്റെ നാവ് നീട്ടിയിട്ട് ഒരു കാര്യവുമില്ലാതെ അങ്ങനെ ഓടും, കാര്യം ഉണ്ടെങ്കിലും ഓടും. അതിങ്ങനെ എപ്പോഴും വാലാട്ടിക്കൊണ്ടിരിക്കും. തനിക്ക് കിട്ടാവുന്ന ചെറിയ ചെറിയ റൊട്ടിയുടെ കഷ്ണത്തിന് വേണ്ടി, തനിക്ക് കിട്ടുന്ന ഒരു തലോടലിന് വേണ്ടി, തന്നെ പരിപാലിക്കുന്ന, തന്നെ തലോടാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളുടെ തലോടലിന് വേണ്ടി, അത് അബ്ദുള്ളയാവട്ടെ, മുഹമ്മദ് ആവട്ടെ, പേര് അബ്ദുള്ള കുട്ടിയാവട്ടെ, ആരാവട്ടെ, തനിക്ക് കിട്ടുന്ന ഒരു തലോടിന് വേണ്ടി താൻ അബ്ദുള്ളയാണെന്നും അബ്ദുള്ള കുട്ടിയാണെന്നും അബ്ദുറഹ്മാനാണെന്നുള്ളതൊക്കെ അങ്ങോട്ട് മറന്നിട്ട് വാലാട്ടി നിന്ന് കൊടുക്കും. ആ അവസ്ഥയാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ നേരെ ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മെ അധപതിപ്പിക്കുന്നത്. നിങ്ങളതിനെ ദ്രോഹിച്ചാൽ നിങ്ങൾ വിട്ടുപോകുന്നില്ല. പട്ടീനെ ദ്രോഹിച്ചു നോക്കി, നിങ്ങൾ വളർത്തു പട്ടീനെ, അത് പിന്നെയും വരും നിങ്ങളെ പിന്നാലെ. നിങ്ങളതിനെ ദ്രോഹിച്ചാൽ അത് പിന്നെയും പിന്നാലെ വരും. കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കിട്ടിയാലോ. നിങ്ങളതിനെ സ്നേഹിച്ചാലും അത് നിങ്ങളെ പിന്നാലെ വരും. വേറെ ഇതിനേക്കാൾ കൂടുതൽ വിശാലമായിട്ട് അവസ്ഥകൾ പറയുന്നും വേണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ പോകും. കുറച്ച് കഴിഞ്ഞിട്ട് അവർ തിരിച്ചടിച്ചാലും അന്ന് കിട്ടിയതിൻ്റെ ഉണ്ടല്ലോ അതേപോലെ ഇഞ്ഞും കിട്ടിയാലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ കിട്ടുമെന്ന് കരുതിയിട്ട് ഇത്തിബാഉൽ ഹവായിലേക്ക് വീഴുന്ന അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പോൾ അടുത്ത കാലത്ത്, വളരെ അടുത്ത്, എല്ലാം നഷ്ടപ്പെട്ട് യുദ്ധഭൂമിയിൽ എന്ന പോലെ, യുദ്ധഭൂമി എന്നൊന്നും അതിനെ വിളിക്കാൻ കഴിയില്ല, കൊലഭൂമി എന്നൊക്കെ വിളിക്കണം. കാരണം യുദ്ധം ഉണ്ടാകുമ്പോൾ രണ്ടാളുകൾ തമ്മിലാണല്ലോ. നിരപരാധികളെ കൊന്നെടുക്കുന്നതിനെ യുദ്ധഭൂമി എന്നൊന്നും പറയാൻ പറ്റില്ല. ഗസയിലൊക്കെ നടക്കുന്നത് എന്താണ് എന്ന് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ചിത്രമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും പലരും പലതരത്തിലാണ്. ഹമാസിനെ കുറിച്ചാവട്ടെ, ഹമാസിൻ്റെ നേതാക്കളെ കുറിച്ചാവട്ടെ ഒക്കെ പല നിലപാടുകൾ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഉണ്ട്. അതിലൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹമാസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തീവ്രവാദിയാണെന്ന് വിളിക്കുമെന്നുള്ളൊരു പേടി, ഈ പേടിയൊക്കെ തന്നെയാണല്ലോ ഇപ്പോൾ ഈ പറയണത്. അതിനാണല്ലോ ഇസ്സത്ത് എന്ന് പറയുന്നത്. നന്മ, സത്യം, അത് കണ്ടാൽ, ഒരു സത്യം കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാൽ അത് സത്യമാണെന്ന് പറയാനുള്ള പേടി. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതല്ല. അപ്പോൾ ആ പയ്യനോട് ചോദിക്കുകയാണ്. ആ ചോദ്യം കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ. മോനെ, നിനക്ക് ലോകത്തോട് പറയാൻ എന്തെങ്കിലുമുണ്ടോ? അൽ ജസീറ ചാനലിൻ്റെ റിപ്പോർട്ടറാണ് ചോദിച്ചത്. ബാക്കിയൊന്നും ചോദിച്ചില്ല. പക്ഷേ ആ ചോദ്യത്തിൻ്റെ അർത്ഥം അറിയാം. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ വിധി വന്നത് നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണല്ലോ. എന്നിട്ട് ഇതിനെതിരെ ഒന്ന് അപലപിക്കാൻ പോലും മുസ്ലിം സമൂഹം, മുസ്ലിം ലോകം തയ്യാറാവാത്ത ഈ സാഹചര്യത്തിൽ മോനെ, കാരണം വേറെ ആരെങ്കിലും വേണമല്ലോ, വലിയ ആൾക്കാരോട് ചോദിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടിനോട് ചോദിച്ചത്. എന്താണ് നിനക്ക് വേണ്ടത്? ഈ നിസ്സഹായമായ അവസ്ഥയിൽ അദ്ദേഹത്തിനും കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല. എങ്കിലും ചോദിച്ചതാണ്, എന്താണ് മോനെ നിനക്ക് വേണ്ടത്? ആ 6 വയസ്സുകാരനായ കുട്ടി, 6 അല്ല 9 വയസ്സാണെന്ന് തോന്നുന്നു, 6 9 എന്തോ ആവട്ടെ, ആ കുട്ടിയുടെ പേര് എനിക്കിപ്പോൾ പെട്ടെന്ന് വിഷയസംബന്ധിയായിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞാണ്. ആ കുട്ടി എന്തായിരിക്കും ചോദിക്കുക? എന്തായിരിക്കും ആ കുട്ടി ചോദിക്കുക? ആ കുട്ടി ഒരു മുഖദ്ദിമ പോലും ഇല്ലാതെ ആ കുട്ടി ഉടനെ മറുപടി കൊടുത്തു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വന്നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഇതേ രീതിയിലാണ് ആ കുട്ടി, 9 വയസ്സുകാരനായ ഒരു കുട്ടി ഈ വിധി വൈപരീത്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ നിലപാടാണ് ആ കുട്ടി പറയണത്. ഇതൊന്നൊന്നുമല്ല, അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. നഫ്സിനെ തൊട്ട്, ധനത്തെ തൊട്ട്, മിനൽ ഖൗഫി വൽ ജൂ, ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, ദുരിതം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. അതല്ലേ ഇസ്സത്ത്. അവരോടൊന്ന് നിർത്താൻ പറയൂ. ഞങ്ങളുടെ ആളുകൾ എങ്ങനെ കൊല്ലാക്കൊല ചെയ്യല്ലേ, ഞങ്ങൾ എന്ത് സന്ധിക്കും തയ്യാറാണ്. ഈ കൊലയൊന്ന് നിർത്തൂ. ഗസ ഞങ്ങൾ വിട്ടുതരാം, അതല്ലേ നിങ്ങൾക്ക് വേണ്ടു, ഗസ നിങ്ങൾ എടുത്തോളൂ. ഒരാൾ പറഞ്ഞോ ഫലസ്തീനിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ വാക്കുകൊണ്ട് തീരുന്ന പ്രശ്നം ഇന്ന് ഫലസ്തീനിലുള്ളൂ അല്ലേ? അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഗസയിൽ നിന്നും മാറിയാൽ മതി, ഞങ്ങൾ ഗസ വിട്ടു പോകാൻ തയ്യാറാണ്.
എന്ന് പറഞ്ഞാൽ തീരുന്ന പീഡനങ്ങളെ ഇന്ന് ഗസയിലുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരോടൊന്ന് പറയൂ, ഈ ആക്രമണങ്ങളും ഉപരോധങ്ങളും പീഡനങ്ങളും നിർത്താൻ. ഗസ നിങ്ങൾ എടുത്തോളൂ. മുഴുവൻ മുസ്ലിം ലോകത്തിനും വേണ്ടാത്തത് എന്തിനീ പാവങ്ങൾക്ക്? നിശബ്ദരായി നിഷ്ക്രിയരായി കഴിയുന്ന മുസ്ലിം ലോകത്തിന് വേണ്ടാത്ത മുഖദ്ദിമ ഈ മസ്ജിദുൽ അഖ്സ ഞങ്ങൾക്കെന്തിന്? നിങ്ങൾ എടുത്തോളൂ, ഗസ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നതിന് പകരം വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വൻ നഖ്സിൻ മിൻ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും അല്ലാഹു നമ്മെ പരീക്ഷിക്കും. നഷ്ടങ്ങളുണ്ടാകും, ജീവനഷ്ടങ്ങളുണ്ടാകും, ധനനഷ്ടങ്ങളുണ്ടാകും. നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന സകലതും നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ ഞങ്ങൾ സന്ധിക്ക് തയ്യാറല്ല. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, ഇതുപോലുള്ള മുസീബത്തുകൾ വരും, ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്കല്ല തയ്യാറാവുക. ഉടനെ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് മരിച്ചാൽ ചെല്ലേണ്ട ഒരു ദുആ എന്നതിൽ വരെ നമുക്ക് വേറെ വലിയ പിടുത്തൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം, മരിച്ചാൽ ചെല്ലേണ്ട ഒരു ദുആ ആണത് അത്. പക്ഷെ ആ കുട്ടിയാണ് പറയുന്നത്, 9 വയസ്സുകാരനായ കുട്ടിയാണ് പറയുന്നത്, അല്ലദീന ഇദാ അസാബത്തുക്കും മുസീബ, ഇതുപോലുള്ള മുസീബത്തൊക്കെ വന്നാൽ, പരീക്ഷണങ്ങളുടെ രൂപത്തിൽ വന്നാൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളത് ചൊല്ലിയിട്ട് ഞങ്ങളുടെ നിലപാടുകളുമായിട്ട് ഇസ്സത്തോടുകൂടി നിൽക്കും. ആ ഇസ്സത്താണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയി നമ്മുടെ ഇസ്സത്ത്? ഈ ദുരിതാവസ്ഥ ഇന്ന് നമ്മളീ പറയുന്ന വെർച്വൽ വിധേയത്വം അല്ലേ, നേരിട്ടല്ലാത്ത പരോക്ഷമായ വിധേയത്വം, അടിമത്വം, അത് ഗസയിലെ മുസ്ലിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാ മുസ്ലിങ്ങൾക്കുണ്ടെന്ന് പറയേണ്ടി വരും. നമ്മൾ വിധേയപ്പെട്ടിരിക്കുകയാണ്. അടിമത്വമാണ്, സാംസ്കാരികമായ അടിമത്വം, ദാർശനികമായ അടിമത്വം, വിശ്വാസപരമായ അടിമത്വം, രാഷ്ട്രീയപരമായ അടിമത്വം. ദീനുണ്ട് എന്നതിനപ്പുറം ബാക്കി സകലതും തുറന്നു പറയാൻ പോലും, ഒരു വിമർശനം ഉച്ചത്തിൽ പറയാൻ പോലും, ഒരു സമീപനം, ഒരു നിലപാട് എടുത്തുദ്ധരിക്കാൻ പോലും കഴിയാത്ത ഭയപ്പാടിൽ കഴിയേണ്ടുന്ന അവസ്ഥയാണ് ഇസ്സത്തില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്കെന്താണ് പരിഹാരം എന്നറിയേണ്ടത്. പരിഹാരപ്പത്തന്നെ ഏതാണ്ട് നമ്മൾ അതിൻ്റെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ എല്ലാ മനസ്സാക്ഷി വേറൊന്നും മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാർ മുസ്ലിങ്ങളാണെന്നാണ് ലോകത്തുള്ള മുഴുവൻ പൊതുധാരയിലുള്ള വിശ്വാസം. എന്നാൽ സമാധാനം എന്തെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മുസ്ലിം ഉമ്മത്താണ്, ഇസ്ലാമിക് ദീനാണ്, ദീനുൽ ഇസ്ലാമാണ്. ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണെന്നാണ് ദീനിൻ്റെ നിലപാട്. അങ്ങനെയാണ്. നിങ്ങൾ എന്ത് കാര്യത്തിനായിക്കോട്ടെ, ഒരാളെ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. ഒരാൾക്ക് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ മുഴുവൻ ലോകത്തിനും ജീവിത സംവിധാനം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ മുസ്ലിം ഇസ്ലാം. ആ ഇസ്ലാം ലോകത്തുള്ള ആളുകളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ എത്രമേൽ നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? മൻ ഖതല നഫ്സിൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല നാസ ജമിയ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ, അവിടെ ശരീഅത്തിന്റെ നിയമം കൂടി പറഞ്ഞിട്ട് അല്ലാഹു പറയണത്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല നാസ ജമിയ. ഒരാളെ കൊന്നതിൻ്റെ പേരിൽ ആ കൊലപാതകത്തിൻ്റെ ശിക്ഷാ നടപടിയായിട്ടല്ലാതെ ഒരാളെ കൊല്ലാൻ ആർക്കും അധികാരമില്ല. ഇബ്രാഹിം നബി അലൈഹി വസല്ലമയോട് സ്വന്തം മകനെ, ഇബ്രാഹിം നബി അലൈഹി വസല്ലമയെ പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മകനെ അറുക്കാൻ പറഞ്ഞിട്ട് ആ അറവ് പോലും അള്ളാഹു തടുത്തു. മതി ഇബ്രാഹിം, അവിടെ നിർത്ത്, നീ വിജയിച്ചു, പ്രഖ്യാപിച്ചു, അറക്ക്. അതെങ്ങനെയാ? അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്നതിൻ്റെ പേരിൽ പോലും അറുക്കാനുള്ള അനുവാദം അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകാതെ അള്ളാഹു തടഞ്ഞു. ആ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നമുക്ക് എന്താ സാധിക്കാത്തത്? അതിനെ പ്രതിനിധാനം ചെയ്യാൻ നമുക്ക് എന്താ സാധിക്കാത്തത്? ആളുകളൊക്കെ വേണ്ടതും വേണ്ടാത്തതും പറയുമ്പോൾ ചൂളിപ്പോകുന്നത് എന്താണ്? രണ്ടുപേരും മൈക്ക് കെട്ടിയിട്ട് പൊതുനിരത്തിൽ ഇസ്ലാമിനെതിരിൽ പ്രസംഗിക്കുമ്പോൾ ഒരക്ഷരം അതിനോട് പ്രതികരിക്കാൻ, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ മുസ്ലിം ഉമ്മത്തിന് കഴിയാതെ പോയിടത്തല്ലേ നമ്മുടെ ഇസ്സത്ത് നമ്മൾ തരേണ്ടത്? ഒരാൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്താൽ
മുഴുവൻ മനുഷ്യ സമൂഹത്തിനും ജീവൻ ഉണ്ടാക്കി കൊടുത്ത, ജീവിതം ഉണ്ടാക്കി കൊടുത്തതിന് തുല്യമാണെന്ന് പഠിപ്പിച്ചത്. അതല്ലേ വയനാട്ടിൽ കണ്ടത്? മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന എത്ര സംഘങ്ങൾ അവിടെയുണ്ട്. ഇന്ത്യയിലെ നിലവിലുള്ള ഓർഗനൈസേഷണൽ സെറ്റപ്പുകൾക്ക് പോലും കഴിയാത്ത വിധത്തിൽ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയെടുത്ത് മുൻപന്തിയിൽ ബാനറുകളില്ലാതെ, കൊടിക്കൂറകളില്ലാതെ, പ്രഖ്യാപനങ്ങളില്ലാതെ, അവകാശവാദങ്ങളില്ലാതെ മനുഷ്യരെ കാണാൻ പോയത് മുസ്ലിം ഉമ്മത്താണ്. എന്നിട്ട് എന്താ നേടിയത്? അവിടെ പശുവിനെ അർത്ഥമുണ്ടും ബീഫ് തിന്നുകൊണ്ടാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായതെന്നും പിന്നെ ഉരുൾപൊട്ടലുണ്ടായതെന്നും പറഞ്ഞപ്പോൾ അതാണ് സോഷ്യൽ മീഡിയയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. എവിടെ എത്തി നമ്മൾ? നമുക്കതൊന്നൊരു പ്രശ്നമല്ല, അത് നമ്മളെ ബാധിക്കുന്നില്ല. അതാണ് വിഷയം. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. മുസ്ലിം ഉമ്മത്ത് എന്ത് നിലപാടുകളാണ് ഈ വിഷയത്തിൽ എടുക്കേണ്ടത്? ഇവിടുന്ന് എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന് അവസ്ഥ വരുന്നതെന്നാണ്. കാരണം പരിശുദ്ധ ഖുർആനാണല്ലോ നമുക്ക് വഴികാട്ടിയാവുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയസബ്ബിത് അഖ്ദാമക്കും. അല്ലേ? തൻസുറുക്കും വയസബ്ബിത് അഖ്ദാമക്കും. നിങ്ങളെ ഞാൻ സഹായിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ദുർവിധി ഉണ്ടാവുക? ഏതാൾക്കും കയറി മേയാൻ പറ്റുന്ന ദുരവസ്ഥയിൽ നിങ്ങളാവൂല. വയസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ വെച്ച കാൽപാദം അനങ്ങുല, കാലിനടിയിലെ മണ്ണൊലിച്ച് പോവില്ല. ഉറച്ച കാലടികളോടെ നിങ്ങളെ ഞാൻ നിലനിർത്തുക തന്നെ ചെയ്യും അല്ലാഹ് പറയുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം. അവിടെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ ഏതോ അർത്ഥത്തിൽ സഹായിക്കലല്ല. കാരണം അള്ളാഹു ചില കാര്യങ്ങൾ നമ്മെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടൊന്നല്ല. അതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. ഭൂമിയിൽ ഉഖ്രിജത്തിൽ ഇന്നാസ് എന്ന് പറയുന്ന ഒരു ധർമ്മം, അല്ലേ? എല്ലാത്തിനും ഓരോ ധർമ്മമുണ്ട്. ആരാണ് റബ്ബെന്ന് ചോദിച്ചാൽ റബ്ബുന്നാസ്, മുഴുവൻ മനുഷ്യരുടെ റബ്ബിനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഈ പരിശുദ്ധ ഖുർആനോ ഹുദല്ലിന്നാസ്, ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണല്ലോ. ഇത് ആർക്കാണ് വഴികാട്ടി? മുസ്ലിങ്ങൾക്കോ? ഹുദല്ലിന്നാസ്, മുഴുവൻ മനുഷ്യരുടെയും ദൈവം ഇറക്കിയതായതുകൊണ്ട് മുഴുവൻ മനുഷ്യരുടെയും വഴികാട്ടിയാണ്. ആരാണ് പ്രവാചകൻ? കാഫത്തല്ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് പ്രവാചകന്മാർ. അപ്പൊ നിങ്ങളും ഞാനോ? ഉഖ്രിജത്തിലിന്നാസ്, മുസ്ലിം. ആരാണ് മുസ്ലിം? ഉഖ്രിജത്തിലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ നിയോഗിക്കപ്പെട്ടവനാണ്. ആ നിയോഗം അത് അല്ലാഹ് ഏറ്റെടുത്തതല്ല. അത് നമ്മൾ ചെയ്തില്ലെങ്കിലും അല്ലാഹ് അത് നേരിട്ട് ചെയ്യൂല. മയ്യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹി ബിഖൗമി യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ ഒത്തില്ലെങ്കിൽ, നിങ്ങൾ ആ വിഷയത്തിൽ പിന്നോട്ടടിച്ചെങ്കിൽ, നിങ്ങൾക്ക് പകരം ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, നിങ്ങൾക്ക് പകരം പറഞ്ഞാൽ അനുസരിക്കുന്ന, നന്ദിയുള്ള, നന്ദികേട് കാണിക്കാത്ത, ഇസ്സത്തുള്ള വേറൊരു ഖൗമിനെ ഞാനിവിടെ കൊണ്ടുവരും. അവരെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കും. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പോ, അല്ലേ? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളെപ്പോലെ ഒരു സംഘത്തെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യിപ്പിക്കും. അല്ലാണ്ട് അള്ളാഹു നേരിട്ടിറങ്ങി വന്നിട്ട് ചെയ്യുന്ന ഈ പരിപാടി അത് അള്ളാഹിൻ്റെ സുനനിൽപ്പെട്ടതല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന് നമ്മൾ പറയുന്നത്. ജാഇലും ഫിൽ അർള് വഇദ് ഖാല റബ്ബുക ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഖലീഫയാക്കി, പ്രതിനിധിയായി ഭൂമിയിലേക്ക് മനുഷ്യരയക്കുന്നു. ആ ഖിലാഫത്ത്, അതാണ് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയത്. ആ പ്രാതിനിധ്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യാതെ വന്നപ്പോൾ വേറെ ആളുകൾ ചെയ്യാൻ തുടങ്ങി. ആ ആളുകൾ ചെയ്യുമ്പോൾ അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതുപോലും നമുക്ക് സ്വീകരിക്കേണ്ടി വന്നു. അപ്പം നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താണ്? അതിൻ്റെ കുറവുകളെ മാറ്റിയിട്ട് ആ യഥാർത്ഥ ഖിലാഫത്തിൻ്റെ, ശരീഅത്തിൻ്റെ താല്പര്യങ്ങളെ പുനഃസ്ഥാപിക്കാനുള്ള പണിയെടുക്കണം. വിജയിക്കണമെന്നല്ല പറഞ്ഞിട്ടില്ല, ആ പണി നിങ്ങളെടുക്കണം. വിജയിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു ഒരു തലമുറയെ ശിക്ഷിച്ചിട്ടില്ല, പ്രയത്നിക്കാത്തതിൻ്റെ പേരിലാണ്. ആ പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ? അതാണ് ഇസ്സത്ത് ചോദിക്കുന്നത്. നമ്മൾ വിജയിക്കണമെന്ന് എങ്ങനെ പറയാം? എത്ര പേര് ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ പാതി വഴിയിൽ
പൊലിഞ്ഞുപോയ എത്രയോ പേരില്ലേ? ഒരു ഉദാഹരണം പറ്റുകയാണെങ്കിൽ ഞാനിത് വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പരാജയപ്പെട്ടതിൻ്റെ പേരിൽ അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യുന്നില്ല, പ്രയത്നിക്കാത്തതിൻ്റെ പേരിലാണ്. ഈ പ്രയത്നത്തിൻ്റെ പേരിൽ നിങ്ങളങ്ങ് പൊലിഞ്ഞു പോയാൽ പോകട്ടെന്ന്. ഇവിടെ അല്ലല്ലോ ജീവിതം, ജീവിതം തുടങ്ങാനിരിക്കുന്നല്ലേ ഉള്ളൂ. അവിടെ ഇസ്സത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കാൻ. റബ്ബേ, ഇത് കണ്ടോ എൻ്റെ വിയർപ്പ്? ഈ വിയർപ്പോടുകൂടി നാളെ പരലോകത്ത് അല്ലാഹുവിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, നിന്റെ മാർഗത്തിൽ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് പാതിയിൽ പൊലിഞ്ഞു പോയ എൻ്റെ നെറ്റിയിലെ വിയർപ്പിന്റെ കണങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞ് ഇസ്സത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാനുള്ള ഇസ്സത്ത് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ഇസ്സത്തിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലേ വിശ്വാസികളെ, നിങ്ങൾ എന്നെ സഹായിക്കാൻ, എൻ്റെ ഈ ദീനിന്റെ സംസ്ഥാപനത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കും. അങ്ങനെ സഹായിച്ച ചരിത്രങ്ങളില്ലേ? വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ. നിങ്ങൾക്കെന്തിനാ ദുഃഖം? നിങ്ങൾക്കെന്തിനാണ് പരിഭ്രമം? നിങ്ങൾക്കെന്തിനാണ് ദുർബലമായ ഹൃദയാവസ്ഥ? നിങ്ങൾക്കെന്തിനാണ് ദുഃഖം? നിങ്ങൾ തന്നെയാണ് ഹേ ഉന്നതർ. ആ ഉന്നതരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്താ ഉന്നതരുടെ അവസ്ഥ? അൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീനാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. വിശ്വാസികളല്ലേ നമ്മൾ? അവിടെയാണ് നമ്മൾ ഒരു പുനരാലോചന നടത്തേണ്ടത്. വിശ്വാസികളാണെങ്കിൽ അള്ളാഹ് സഹായിക്കുമെന്ന് ഉറപ്പ് തരുന്നു. നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമെന്ന് പറയുന്നു. നമ്മൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയുന്നു. നമ്മൾ വ്യസനിക്കേണ്ടി വരില്ല എന്ന് പറയുന്നു. ആരും നമ്മളെ പല്ലും നഖവും കണ്ണും കാട്ടി ഭയപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ ആരുടെ മുമ്പിലും ചൂളിപ്പോകണ്ട എന്ന് പറയുന്നു. ആരും നിങ്ങൾക്ക് നേരെ കൈനീട്ടി വരില്ല എന്ന് പറയുന്നു. ഒരു രാഷ്ട്ര സംവിധാനങ്ങളും ഭരണകൂടങ്ങളും നിങ്ങൾക്കെതിരിൽ ചലിപ്പിക്കാൻ ഭയപ്പെടും എന്ന് പറയുന്നു. അന്തുമുൽ അഅലൗൻ, നിങ്ങൾ ഉന്നതരാണെന്ന് പറയുന്നു. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീനാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ. എന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് നേരത്തെ പറഞ്ഞ ഈ ഖിലാഫത്ത്, ഈ പ്രാതിനിധ്യം, അത് മുസ്ലിം ഉമ്മത്ത് പൂർത്തീകരിക്കേണ്ടി വരും. അത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പമൊന്നുമല്ല. അതാണല്ലോ വേറൊരു അപകടം. അതാണ് അത് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് പറയുന്നത്. അത് പുറത്തുനിന്നുള്ള പരിപാടിയല്ല. ഇങ്ങനെ ഒരു ഖിലാഫത്തിനെ കുറിച്ചിട്ടും ഇങ്ങനെ ഒരു സംസ്ഥാപനത്തിനെ കുറിച്ചിട്ടും അൻ അഖീമുദ്ദീന വലാ തതഫറഖു എന്ന് ഖുർആനാണ് പറഞ്ഞത്. നിങ്ങളിവിടെ ദീനിന് സംസ്ഥാപനം നടത്തണം, അതിൽ നിങ്ങൾക്ക് വിരിഞ്ഞു പോകാൻ കഴിയില്ല. അത് ഇബ്രാഹിം അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, മൂസയോട് പറഞ്ഞതാണ്, ഈസയോട് പറഞ്ഞതാണ്, യൂനുസിനോട് പറഞ്ഞതാണ്, യൂസുഫിനോട് പറഞ്ഞതാണ്, അലൈഹിസ്സലാം എല്ലാവരോടും പറഞ്ഞതാണ്. വലാ തതഫറഖു, അതിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനൊന്നും കഴിയില്ല. അൻ അഖീമുദ്ദീന വലാ തതഫറഖു, അതിലെങ്ങനെ ഞങ്ങൾ പിരിഞ്ഞിരിഞ്ഞു പോവുക? പക്ഷെ അതങ്ങോട്ട് പറഞ്ഞാൽ കൂട്ടത്തിലിരിക്കുന്നവർ തന്നെ തുടങ്ങി ഇസ്ലാമിക. അതൊരു ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പമൊന്നുമല്ല. അതൊരു സമാധാനപരമായ ജീവിത വ്യവസ്ഥിതിയുടെ, ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ, ഒരു രാഷ്ട്രീയ സുസ്ഥിരതയുടെ, നിലപാടുകളുടെ ചവിട്ടുപടിയുടെ ആദ്യത്തെ പടിയാണത്. അതിൻ്റെ അർത്ഥം മറ്റെന്തോ അല്ലാന്നൊന്നല്ല, അത് സ്വാഭാവികമായി രൂപപ്പെടുന്ന ഒരു അനന്തരമാണ്. അത് അതിൻ്റെ വഴിക്ക് പോവും. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന വഅസ്സത്തിൻ അലൽ മുഅ്മിനീന വഅസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ തഖാഫൂന ലൗമത ലായിമൻ ദാലിക ഫദ്ലുല്ലാഹ് യൂതി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. നിങ്ങളെ കൊണ്ട് ആ പണി പറ്റാതെ വന്നാൽ ഞാനതിന് വേറെ ആളെ കൊണ്ടുവരും. അവരാ പണി വൃത്തിയായിട്ട് ചെയ്യും. അവർ മുഅ്മിനീങ്ങളോട് കാരുണ്യം കാണിക്കും. മുഅ്മിനീങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ മുസ്ലിങ്ങൾ അവർ ദീനിലാണ്, ഹിദായത്തിലാണ് എന്ന ഒറ്റക്കാരണം കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചതിൻ്റെ മാത്രം കാരണം കൊണ്ട് ലോകത്തെവിടെയും പിച്ചു ചീന്തപ്പെട്ടാൽ അവർ ശബ്ദമുയർത്തും. അതിനെതിരിൽ അവർ ചവിട്ടുപടികളുമായി മുന്നോട്ട് പോകും. കാഫിരീന, കാഫിരീങ്ങളോട് യാതൊരു ഒരു സംയമന നിലപാടുകളും, ഒരു മൃദു സമീപനം അവരുണ്ടാവില്ല. കൃത്യമായിട്ട് പറയും. വിരൽ ചൂണ്ടി കോട്ടകൊത്തലങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് പറയും, ഇറക്കിവിടവരെ, ഇവരെ പീഡിപ്പിക്കാൻ നിനക്ക് അധികാരമില്ല എന്ന് മൂസ അലൈഹി വസല്ലമ ഫറോവയുടെ കൊട്ടാരത്തിൽ പറഞ്ഞതുപോലെ, അർസിൽ മാനാ ബനീ ഇസ്രായീൽ, വിടടോ എൻ്റെ കൂടെ, അവരെ നീ പിടിച്ചു വെക്കല്ലേ. ആ ഒരു നിലപാടെടുക്കും. ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ഈ ദുരവസ്ഥയ്ക്ക്
അതിനുള്ള വഴി ഒറ്റ വഴിയേ ഉള്ളൂ, മുസ്ലിം ആവുക എന്നുള്ളത്. അതൊരു കടന്ന പ്രയോഗമാണ് സത്യത്തിൽ. പക്ഷേ ആ പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. എത്ര ഗൗരവമുള്ളതാവണമെന്ന് അറിയാം. മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് കേൾക്കുന്നത്? സഹാബാക്കൾ, സ്വർഗത്തിൻ്റെ അവകാശികൾ, അഷ്റത്തുൽ മുബശ്ശിരീങ്ങൾ, വരാനിരിക്കുന്ന ഖലീഫമാർ, ഇവരൊക്കെ കേൾക്കുകയാണല്ലോ പ്രവാചകൻ പറയുന്നത്. ഇദാ തബായഅതും ബിൽ ഐന, നിങ്ങൾ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് യാതൊരു രസം ഉണ്ടാവില്ല. റസൂലുള്ളാഹി പറയുന്നതായിട്ട് ആളുകൾ കേൾക്കുകയാണ്. ഇദാ തബായഅതും ബിൽ ഐന വഅഹദതുകും അദ്നാബുൽ ബക്കർ, നിങ്ങളിങ്ങനെ പലിശയിൽ അധിഷ്ഠിതമായ കച്ചവടവും കന്നുകാലിയുടെ കഴുത്തിൽ കെട്ടിയ കയറും പിടിച്ചുകൊണ്ട് നടക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് അതിന് മോചനമൊന്നും ഉണ്ടാവില്ല. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. കന്നുകാലികളുടെ കയർ പിടിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ വിഭവ സമാഹാരത്തിൻ്റെ ഔദ്യോഗിക തൊഴിലാണിത്, കന്നുകാലികളെ മേയ്ക്കുക എന്നുള്ളത്. നിങ്ങളതും മേയിച്ചിട്ട് രണ്ടാമത്തെ ഏതാണ്? കച്ചവടമാണ്. ആ കച്ചവടത്തിലെ ഹയറും ഷെറും ഹലാലും ബാത്തിലൊന്നും നോക്കാതെ നിങ്ങളതൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊള്ളി. നിങ്ങൾക്ക് ഭൗതികമായ വിഭവങ്ങളൊക്കെ നിങ്ങളുടെ കാൽ കീഴിൽ വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വഴങ്ങി കൊടുത്താൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും ചെയ്യും. നിങ്ങളുടെ ശത്രുപക്ഷം തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവച്ച് തരും. പക്ഷെ വായ ഉറക്കരുത്. ആ ഒരവസ്ഥയിൽ നിന്ന് മാറാത്ത ഒരവസ്ഥ അതുണ്ടാവാം. പലിശയുടെ രൂപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കച്ചവടത്തെ ബാധിക്കുകയും കന്നുകാലികളുടെ വാല് പിടിക്കുകയും അങ്ങനെ കൃഷിയിലും കാലി വളർത്തലിലും നിങ്ങളുടെ ദിനവൃത്തികളിലും മാത്രമായിട്ട് നിങ്ങൾ ഒതുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് പിന്നെ മാറപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? വതറക്തുമുൽ ജിഹാദ്, നിങ്ങൾ ജിഹാദിൽ നിന്ന് മാറി നിൽക്കും. പിഴച്ചി. ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും ബേജാറായി. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഹാദ് എന്നൊന്ന് പറയാൻ പറ്റുമോ നമുക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തുള്ള മുഴുവൻ പ്രയത്നങ്ങളും അല്ലെ, എന്തെല്ലാം തരത്തിലുള്ള പ്രയത്നങ്ങളെക്കുറിച്ച് മോട്ടിവേഷനും ഇൻസ്പിറേഷനും കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജിഹാദ് എന്ന പദപ്രയോഗം എന്തെല്ലാം ജിഹാദുകളാണ്. ലവ് ജിഹാദ്, മെഡിക്കൽ ജിഹാദ്, പിന്നെ ഇപ്പോൾ ഒന്ന് കേട്ടു മീൻ ജിഹാദ്, ഫിഷ് ജിഹാദ് ഉണ്ട് അത്രേ. അപ്പോൾ ഇന്നലെ കേട്ടതാണ്. എന്താ വെച്ചാൽ മീനിൻ്റെ ചെകിളക്കുള്ളിൽ അമോണിയത്തിൻ്റെ ടാബ്ലറ്റ്സ് വെക്കുന്നുണ്ട്. മീൻ ചെയ്യാതിരിക്കാനാണ്. അത് പിടിച്ചു. അത് പിടിച്ചപ്പോൾ ആ മീൻ വിൽക്കുന്ന ആൾ അതെന്തോ ആവട്ടെ, അയാളുടെ പേര് ഇസ്ലാം പേരാണ്. ഉടനെ അത് സോഷ്യൽ മീഡിയയിൽ വന്നു. അതിൻ്റെ താഴെ അമോണിയ ജിഹാദ്. എല്ലാം ജിഹാദുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലുക എന്ന മുസ്ലിമിൻ്റെ നിലപാടാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചത് കാലം എത്രയായി. ഒന്ന് ആ തെറ്റിദ്ധാരണ മാറ്റാൻ പോലും നമ്മിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് നടത്തുന്ന ജിഹാദല്ലേ. ഖത്ലിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്, യുദ്ധത്തെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ജിഹാദ് എന്ന് കേട്ടാൽ മുസ്ലിങ്ങൾക്ക് വരും. വെറുതെ അതൊന്നും പറയാൻ നിൽക്കണ്ട. എങ്കിൽ അള്ളാഹിൻ്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുക, ജഹദ്. അത് നിങ്ങൾ നടത്താതിരിക്കുന്നിടത്തോളം കാലം സലത്തല്ലാഹു അലൈക്കും ദല്ലൻ, നിങ്ങൾക്ക് അള്ളാഹു അപമാനം വരുത്തി വെക്കും. അതാണ് നമ്മുടെ വിഷയം. അഭിമാനം നഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് അള്ളാഹു അപമാനം വരുത്തി വെക്കും. നിങ്ങളുടെ ഇസ്സത്ത് നഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുകയും അള്ളാഹുവിനെ സഹായിക്കുകയും അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ പ്രത്യക്ഷമായി പൊതുജനങ്ങളുടെ മുമ്പിൽ ദഅവത്തിൻ്റെ ഭാഗമായിട്ട് പറയാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു അപമാനം വരുത്തി വയ്ക്കും. ഹത്താ, ഏതുവരെ? ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് തിരിച്ചു വരുന്നത് വരെ. ഒരു കടന്ന പ്രയോഗം തന്നെയാണ് അത്. ഞാനിവിടെ എൻ്റെ വാക്കായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കതിനോട് സമരസപ്പെടാതിരിക്കാം, നീരസം പ്രകടിപ്പിക്കാം. സാഹിബ് ഞങ്ങളത് പറഞ്ഞത് ശരിയായില്ല നിങ്ങൾക്ക് പറയാം. അത്രത്തോളം നിങ്ങൾ അങ്ങോട്ട് പറയല്ലേ, ഞങ്ങൾ ദീനിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെന്താ മുർത്തദ്കളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് തർക്കങ്ങളും ചർച്ചകളും ഉണ്ടാക്കാം. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹത്താ തർജിഉ ഇലാ ദീനിക്കും, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കൊരു വഴിയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് തിരിച്ചു വരണം. എന്ന് വെച്ചാൽ സമഗ്രമായ ദീനിനെ സമഗ്രമായി പുൽകണം, സമ്പൂർണമായ ദീനിനെ സമ്പൂർണമായി ഉൾക്കൊള്ളണം. സമഗ്രവും സമ്പൂർണവുമായ ദീനിനെ സമഗ്രവും സമ്പൂർണവുമായി അവതരിപ്പിക്കണം.
സമഗ്രവും സമ്പൂർണവുമായ ദീനുൽ ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ, അതിൻ്റെ ചര്യകളെ, അതിൻ്റെ കാര്യങ്ങളെ പൂർണ്ണമായും അനുധാവനം ചെയ്യണം. മടി കൂടാതെ, ഭയം കൂടാതെ, വിറയലില്ലാതെ, ഭയപ്പാടുകളില്ലാതെ ഇസ്സത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് ദീനിൻ്റെ വിഭവങ്ങളെ സമൂഹത്തിന് നൽകാൻ മനസ്സുറപ്പ് കാണിക്കണം. ആ മനസ്സുറപ്പ് കാണിച്ചാൽ അതിന് നിങ്ങൾ വിജയിച്ചോ ഇല്ലേ എന്നുള്ളതൊരു പ്രശ്നമല്ല. അവിടെയാണ് നമ്മുടെ ഇസ്സത്ത് നിൽക്കുന്നത്. അതിന് നമ്മൾ വിജയിച്ചോ ഇല്ലേ, അല്ലെങ്കിൽ എത്ര കണ്ട് നമ്മൾ വിജയിച്ചു, അതൊന്നുമില്ല. അപ്പോൾ ദീനുൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദീനിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മളെ നമസ്കാരത്തിൻ്റെ കാര്യം, അൽഹംദുലില്ലാ നമ്മളിവിടെയൊക്കെ കൂടിയിരിക്കുന്നതാണ്. നമ്മളെല്ലാവരും നമസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്. പക്ഷെ നമ്മൾ മാത്രമൊന്നല്ലല്ലോ മുസ്ലിങ്ങൾ, നമ്മൾ മാത്രമൊന്നല്ലല്ലോ മുസ്ലിം. എന്താ മുസ്ലിം ഉമ്മത്തിൻ്റെ നിസ്കാരത്തെക്കുറിച്ചുള്ളൊരു നിലപാട്? ചുരുക്കി ചില പോയിന്റുകൾ ഞാൻ മാത്രം പറയാം. പള്ളിയിൽ വാങ്ങൊടുക്കുമ്പോൾ അതിന് തൊട്ടുമുമ്പ് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാരൻ, യുവതലമുറ, സമൂഹത്തിൻ്റെ ഓജസ്, തേജസ്, അവർ വാങ്ങൊടുക്കുന്നത് കേൾക്കുന്നില്ല. നമസ്കാരം നടക്കുന്നു പള്ളിയിൽ, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന ചിന്ത പോലുമില്ലാതെ നിസ്കരിക്കുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ ആ ജമാഅത്തിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് കഴിഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്, അവരുടെ എല്ലാ വ്യവഹാരങ്ങളും കഴിഞ്ഞ്, അവരുടെ എല്ലാ വ്യക്തി താല്പര്യങ്ങളും കഴിഞ്ഞിട്ട് അവർ ഒന്നോ രണ്ടോ ആൾക്കാരോ വന്നിട്ട് നിസ്കരിച്ചിട്ട് പോകുന്നു. പിന്നെ എന്തിനാണ് നിസ്കാരത്തിന് നിശ്ചിതമായ സമയം വെച്ചത്? പിന്നെ എന്തിനാണ് നിസ്കാരത്തിന് കൃത്യമായിട്ട് അങ്ങനെ ഒരു ജമാഅത്ത് വെച്ചത്? പിന്നെ എന്തിനാണ് ഒരു ബാങ്ക്? പിന്നെ എന്തിനാണ് ഒരു ഇഖാമത്ത്? പിന്നെ എന്തിനാണ് ഒരു തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചിട്ട്? ആ നിസ്കാരത്തിൽ മുസ്ലിമിൻ്റെ നിലപാടെന്താ? നോമ്പ് നോൽക്കുന്നു എന്നതിനപ്പുറം അൽഹംദുലില്ലാ ആ വിഷയത്തിലൊക്കെ നമ്മുടെ തലമുറ എന്താണെന്നറിയില്ല, ഒന്നാകെ ആ സമയത്താണ് ഹിദായത്തിലേക്ക് വരിക. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത് എന്നൊക്കെ പറയുന്ന ആയത്തിൻ്റെ അർത്ഥമൊക്കെ ചിലപ്പോൾ പണ്ഡിതന്മാർക്ക് മനസ്സിലാവില്ല. അപ്പോഴാണ് കൂട്ടത്തോടു കൂടിയിട്ട് ആളുകൾ കയറും. വരണം, അങ്ങനെ വരേണ്ടത് തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞാലോ ആളുകൾ പരിഹസിക്കുന്നുണ്ട്. പെരുന്നാളാവിൻ്റെ തലേന്ന് ഘോരഘോരം ഉച്ചത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നമ്മെ പരിഹസിക്കുന്നത് നമ്മൾ അറിയുന്നില്ലേ? എന്തായിരുന്നു മോനെ ഇന്ന് വരെ, നാളെ കാണാൻ പോകുന്ന പൂരം, പിന്നെ അങ്ങോട്ട് ആ പൂരാണ്. അതല്ലേ നമ്മുടെ റമദാൻ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിഹിതങ്ങൾ സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്താൽ നമ്മുടെ മഹല്ലിൽ ആരെങ്കിലും പട്ടിണി എടുക്കും? അൽഹംദുലില്ലാ നമ്മുടെ മഹല്ലിൽ അങ്ങനെ പട്ടിണി ഇല്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. പക്ഷേ എത്ര മഹല്ലുകളിൽ ആളുകൾ പട്ടിണി എടുക്കുന്നുണ്ട്? എത്ര മഹല്ലുകളിലേക്ക് മറ്റു മഹല്ലുകളിൽ നിന്ന് സഹായം എത്തേണ്ടി വരുന്നുണ്ട്? ആ മഹല്ലുകൾ ആളില്ല. അങ്ങനത്തെ മഹല്ലുകൾ കേരളത്തിൽ വരെ കുറവേ ഉള്ളൂ. എല്ലാവരും സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ചില ആയത്തുകളൊക്കെ എടുക്കുമ്പോൾ എവിടെ അല്ല, എവിടെ മത്താ നസുറുല്ലാ എന്ന് മൂസാ അലൈഹി വസല്ലമയുടെ ആളുകൾ മൂസാ അലൈഹി വസല്ലമയോട് ചോദിച്ച പോലെ അല്ല സഹായിക്കാമെന്ന് പറഞ്ഞു, തൻസുറുക്കുന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സഹായിച്ച അവസരങ്ങളുണ്ടായിട്ടുണ്ട്. സൗർ ഗുഹയിൽ പ്രവാചകനും പ്രവാചകന്റെ സഹചാരിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ അല്ല ഇടപെട്ടിട്ടില്ലേ? ഒന്ന് കുനിഞ്ഞു നോക്കാൻ ഖുറൈശികൾക്ക് തോന്നിയില്ല. ആരാ ഖുറൈശികൾ? എത്ര ഒട്ടകങ്ങളാണ് ഇനാം പ്രഖ്യാപിച്ചത് പ്രവാചകനെന്ന് കാണിച്ചു കൊടുത്താൽ? മൂക്കിന് താഴെ പ്രവാചകനും പ്രവാചകന്റെ അനുയായി സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ കാണും. അങ്ങനെ ഇരുന്നില്ലേ പ്രവാചകനും അനുയായിയും, പ്രവാചകനും സിദ്ദീഖും? എന്തേ ഖുറൈശികൾക്ക് ഒന്ന് കുനിഞ്ഞു നോക്കാൻ തോന്നാഞ്ഞത്? പാറക്കെട്ടുകളും ഗുഹകളും ഇടങ്ങളും വിടവുകളും, എന്തിന് ഒരു മനുഷ്യൻ പോയിട്ട് ഒരാട്ടുമുട്ടിക്ക് കടക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ പോലും ഒരു പക്ഷെ എന്തെങ്കിലും ഒരു കറാമത്ത് കാട്ടിയിട്ട് മുഹമ്മദും സഹചാരിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് തെരഞ്ഞു നടന്ന ഖിലാഫത്ത് എന്ന് പറഞ്ഞ കുഫറിന്റെ കോട്ടയിലെ കാഫിറുകളുടെ യുവതലമുറ ഒന്ന് കുനിഞ്ഞു നോക്കിയില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ടല്ലോ, പ്രവാചകരെ നമ്മൾ കുടുങ്ങി തോന്നുന്നു. കാരണം അവരെ കാലാണ് നമ്മൾ കാണുന്നത്, അവരെ മുട്ടും കാലും നമുക്ക് കാണാം. അവരൊന്ന് കുനിഞ്ഞാൽ, ഒന്ന് കാല് ചൊറിയാൻ കുനിഞ്ഞാൽ താങ്കളെ കാണും. നമ്മൾ എന്തു ചെയ്യും? പ്രവാചകൻ പറഞ്ഞല്ലോ, അബൂബക്കർ അല്ലാഹു സാലിസുഹുമാ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടില്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താ അബൂബക്കർ എനിക്ക് പറ്റിയത്? നീയാണോ എൻ്റെ കൂട്ടുകാരൻ? അബൂബക്കർ, എന്താണ് അബൂബക്കർ നീ പറയുന്നത്? നമ്മളെ രണ്ടാളുടെ വിഷയത്തിൽ നിനക്കെന്തിനായിത്തെ ബേജാറ്? അല്ലാഹു സാലിസുഹുമാ, നമ്മളെ കൂടെ മൂന്നാമതൊരാളും കൂടി ഉണ്ട്. ആരാണ്? അള്ളാഹു മൂന്നാമതനായിട്ടിരിക്കുന്ന രണ്ടുപേരുടെ കാര്യത്തിൽ നിനക്കെന്തിനാണ് ഇത്ര ബേജാറ്? ഇവിടെ 100 ആളുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ പള്ളിയിൽ 100 പേരിയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്തിനാണ് ബേജാറ്? 101-ാമനായിട്ട് ആരുണ്ട്? അള്ളയുണ്ട്.
100 കോടി ജനങ്ങളിൽ കേവലം 10,000 പേര് ബാക്കിയായി എന്ന് വിചാരിക്കുക. 10,001 ആരുണ്ടാവും? അല്ല ഉണ്ടാവും. മാലന്നുക്ക് ആരാണ് പേടിക്കേണ്ടത്? പിന്നെ വിജയിക്കുമോ എന്ന പേടിയാണ്. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അപ്പോൾ ദീൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക എന്നത് മാത്രമാണ് അതിലുള്ളൊരു വഴി. അതിനെന്താ വെച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുക, ദീൻ ഇസ്ലാമിനെ സമഗ്രമായി ഉൾക്കൊള്ളുക, അനുധാവനം ചെയ്യുക, അതിലൊരു സാമൂഹ്യ ബോധം വളർത്തിയെടുക്കുക. അത് പറയാതെ കഴിയില്ല. കാരണം നമ്മൾ വളരെയധികം വിമർശിക്കപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് അവരെ പ്രശ്നം തന്നെ തീർക്കട്ടെ, എന്നിട്ട് ഞങ്ങളെ പ്രശ്നം തീർത്താൽ മതിയെന്നാണ്. അത് നമ്മളെക്കുറിച്ചാണ്. നമ്മുടെ പ്രശ്നം എന്താ പറയുക, നമുക്ക് കുറേ സംഘടനകളുണ്ട്. ഞാൻ ഒരു സംഘടനയും പ്രതിനിധീകരിക്കുന്നില്ല. ഒരു വിഷയം വന്നാൽ, ഒരു ഇസ്ലാമിക വിഷയം വന്നാൽ, അല്ലാത്തവിടെ ഒരു ഇസ്ലാമിക വിഷയം, അല്ലാത്ത വിഷയത്തിലൊക്കെ ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റും. ഒരു ഇസ്ലാമിൻ്റെ വിഷയം വന്നാൽ മുസ്ലിം ഉമ്മത്തിന് ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല. തെതുഹബ് രീഹുക്കുന്ന പറഞ്ഞത് അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. നമ്മൾ എത്രയോ തവണ ഇവിടെ പറഞ്ഞ, നിങ്ങളിങ്ങനെ വലാത്ത ഫറക്കും, നിങ്ങളിങ്ങനെ പിരിഞ്ഞു നിൽക്കല്ലേ, കാറ്റ് പോകുങ്ങളെ. ഖുറാനാ പറഞ്ഞത്. നിങ്ങളുടെ കാറ്റ് പോകും, അപ്പൂപ്പന്താടി പോലെ നിങ്ങളുടെ ശത്രുപക്ഷം നിങ്ങളെ ഊതിവിടും. ഇതൊക്കെ നടക്കുന്ന സമൂഹത്തിൽ പോലും ഒരു പൊതുവിഷയം വന്നാൽ, ഇസ്ലാമികമായൊരു പൊതുവിഷയം വന്നാൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയില്ല. കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമുള്ള സംഘടനകൾക്ക് പോലും, ഫിഖിയായ വിഷയങ്ങളിൽ മാത്രം അഭിപ്രായ വ്യത്യാസമുള്ള സംഘടനകൾക്ക് പോലും അർക്കാനുകളുടെ വിഷയം വരുമ്പോൾ പോലും ചേർന്ന് നിൽക്കാൻ കഴിയുന്നില്ല, ഒരേകാഭിപ്രായം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കാരണം ആരെയോ അംഗീകരിക്കുമ്പോൾ തങ്ങളുടെ അംഗീകാരവും സ്ഥാനവും അധികാരവും പ്രാതിനിധ്യവും കസേരയും നഷ്ടപ്പെടുമെന്ന ഭയം തന്നെയാണ്. നിസ്സംശയം പറയാം, അത് ഇത്തിബാഉൽ ഹവ തന്നെയാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിറകെ പോകൽ തന്നെയാണ്. അത് മാറണം. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇസ്സത്തിലേക്ക് തിരിച്ച് നമ്മെ തന്നെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ, അത് പറഞ്ഞ് നിർത്താൻ ഞാൻ, അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ വിജയം നമുക്കൊരു പ്രശ്നമല്ല, ഇസ്സത്ത് തന്നെയാണ് പ്രശ്നം. ഇസ്സത്തോടുകൂടി ജീവിക്കുക, ഇസ്സത്തോടുകൂടി മരിക്കുക. കാരണം മരണം അനിവാര്യമാണ്. ആർക്കും മരിക്കാതിരിക്കാൻ കഴിയില്ല. അത് എപ്പോഴാണെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. പിന്നെ അങ്ങനെ ഒരു സാധനത്തിന് ഭയപ്പെട്ടിട്ട് വലിയ കാര്യമുണ്ടോ? അതാണല്ലോ ഇസ്ലാം ഇതിനെ ഇത്രമേൽ പ്രസക്തിയോടുകൂടി പറയുന്നത്. നിങ്ങൾ അതാലോചിക്കുന്നു. ഉഹദിൻ്റെ സമയത്ത് ഒരാൾ വരുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം വിജയിക്കുക, കർമ്മങ്ങളുണ്ടാവുക, അതൊന്നുമല്ല, ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ഒരിക്കൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ദീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സംഭവമുണ്ട്. അവിടെ രണ്ട് താരതമ്യങ്ങളാണ്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. മിസ്അബ് ബിൻ ഉമൈറിനെ മക്കയിൽ നിന്ന് മദീനയിലെ ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നുണ്ട്. ആ മിസ്അബ് ബിൻ ഉമൈർ വന്ന ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് മിസ്അബ് ബിൻ ഉമൈറിനെ കൊല്ലാൻ വേണ്ടി വിഷം പുരട്ടിയ കത്തിയുമായിട്ട് ദീനി ക്ലാസ്സിൽ, ഇതുപോലെ ഉള്ള ദീന് പഠിപ്പിക്കാൻ വേണ്ടി മിസ്അബ് ബിൻ ഉമൈർ വന്നിട്ട് നടത്തുന്ന ക്ലാസ്സിലേക്ക് മിസ്അബ് ബിൻ ഉമൈറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കടന്നു വന്ന ആളാണ് സഅദ് ബിൻ മുആദ് എന്ന് പറയുന്നത്. പക്ഷെ സഅദ് ബിൻ മുആദ് കത്തി പിറകിൽ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ക്ലാസ് നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. കാര്യങ്ങളുടെ കിടപ്പങ്ങനെ മുന്നോട്ട് പോയി മൂപ്പരെ കയ്യിലുണ്ടായിരുന്ന കത്തി താഴെ വീണു. മിസ്അബ് ബിൻ ഉമൈറിൻ്റെ സമീപത്ത് ചെന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കൊല്ലാൻ വന്നവനാണ്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ മിസ്അബ് ബിൻ ഉമൈറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന ഇസ്ലാം കലർപ്പില്ലാത്തതാണ്. അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ല, വ്യക്തി താല്പര്യങ്ങളുമില്ല, ഒരു സ്വാർത്ഥ താല്പര്യവുമില്ല. എന്തോ ആവട്ടെ, അത് കഴിഞ്ഞു. ഈ സഅദ് ബിൻ മുആദ് പിന്നെ നേരെ പോകുന്നത് തൻ്റെ ഗോത്രത്തിലേക്കാണ്, ബനു അഷ്ഹൽ ഗോത്രത്തിലേക്ക്. ആ ഗോത്രത്തിലേക്ക് പോയിട്ട് ആ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെയും അദ്ദേഹം മുസ്ലിമാക്കി. ചെറിയ കർമ്മമല്ല, വലിയ കർമ്മമാണ്. ഒരാൾ മാത്രം ആ കൂട്ടത്തിൽ കൂടിയില്ല. ബനു അഷ്ഹൽ ഗോത്രത്തിൽ നിന്ന് ഒരു വ്യക്തി മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. അദ്ദേഹം മാറി നിന്നു. എത്ര ശപിക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായില്ല.
പക്ഷേ പിന്നീട് ആ ഒരാൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒഹദ് യുദ്ധം നടക്കുന്നത്. ഒഹദ് യുദ്ധത്തിന് വേണ്ടി മുസ്ലിം സമൂഹം അനിവാര്യമായ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ, താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, നിവൃത്തികേട്, ആ സമയത്ത് ഒരു ഉടുതുണി, ഒരു തോർത്തുമുണ്ടിന് സമാനമായ, ഔറത്ത് പോലും നല്ലോണം മറഞ്ഞിട്ടൊന്നുമില്ല, ഒരു മനുഷ്യൻ കയറി വരികയാണ്. അയാളുടെ പേര് പോലും അറിയില്ല, ചരിത്രത്തിൽ എവിടെ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെറിയൊരു അന്വേഷണത്തിലൊന്നും കണ്ടിട്ടില്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അദ്ദേഹം കയറി വരികയാണ്. എന്നിട്ട് പ്രവാചകനെ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ നേരത്ത് സ്വാഭാവികമായും ദീന് പഠിപ്പിക്കാനോ നിസ്കാരം പഠിപ്പിക്കാനോ ഷഹാദത്ത് കലിമ ചൊല്ലി കുടിക്കാനൊന്നും പറ്റിയ സമയമല്ലല്ലോ. ശത്രുക്കളാണ് മുന്നിൽ, എന്തിനും പോകുന്ന അവർ മുന്നോട്ട് വരികയാണ്. ഈ മനുഷ്യൻ പ്രവാചകനോട് ചോദിച്ചു, ഞാനും ഇറങ്ങട്ടെ ചോദിച്ചു. അതുവരെ ദീന് വിശ്വസിക്കാത്ത ആളാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഹിദായത്ത് ഉണ്ടാവുന്നത്. നാം തുടങ്ങി വെച്ചത് അവിടെ നിന്നാണല്ലോ. അള്ളാഹുവിൻ്റെ ഹിദായത്ത് ഉണ്ടാവുന്നു. എൻ്റെ ഗോത്രം മുഴുവൻ മുസ്ലിമായിട്ടും എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ, ഞാൻ ഹതഭാഗ്യനാണല്ലോ എന്ന് കരഞ്ഞുകൊണ്ടുവന്ന ആ മനുഷ്യൻ പ്രവാചകന്റെ സമ്മതത്തോടു കൂടിയിട്ട് ഒഹദത്തിന്റെ രണാങ്കണത്തിലേക്ക് എടുത്ത് ചാടുന്നു. ചാടുന്നതോടുകൂടി രക്തസാക്ഷിയാവുന്നു. ഒറ്റ വർത്താനെ പ്രവാചകൻ പറഞ്ഞുള്ളൂ, അമില ഖലീൽ വൻ അല കസീർ. കുറച്ചേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഒരു സുജൂദ് ചെയ്തിട്ടില്ല, ഒരായത്ത് ഖുർആൻ പഠിച്ചിട്ടില്ല, എന്തെങ്കിലും ഒരു കർമ്മം ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷേ വൻ അല കസീർ, പ്രതിഫലം മുഴുവനും കൊണ്ടുപോയി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ സഹായിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞത്, വിജയം ഒരു പ്രശ്നമല്ല. വരാനിരിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും വിപത്തുകളും ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാൻ ആർക്കും അധികാരമില്ല, ആർക്കും അനുവാദമില്ല. വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ, ഖലീഫമാരെന്ന അർത്ഥത്തിൽ, കാലഘട്ടത്തിൻ്റെ ഇസ്ലാമിൻ്റെ പ്രതിനിധികൾ എന്ന അർത്ഥത്തിൽ, അള്ളാഹുവിൻ്റെ ജിഹാദിന്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംസ്ഥാപനത്തിന്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിന്, ദീനീ പ്രവർത്തനങ്ങൾക്ക് സമഗ്രമായ സമ്പൂർണമായ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിന് സ്വന്തം ജീവിതത്തിലും സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിലും ഇറങ്ങി പുറപ്പെടുക എന്നതല്ലാതെ മറ്റൊരു വഴിയും ഇസ്സത്ത് തിരിച്ചെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല, അനുവദിച്ചിട്ടില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അവിടെ വിജയം ഒരു പ്രശ്നമല്ല. വളരെ കുറച്ചാണെങ്കിൽ പോലും അമില ഖലീൽ വൻ അല കസീർ, ചെയ്തത് കുറച്ചാണെങ്കിൽ പോലും വിജയികളായി ഇസ്സത്തോടുകൂടി മരണപ്പെട്ടു പോകാൻ, അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രയാവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അതല്ലാതെ വേറെ ഇസ്സത്തിന് യാതൊരു വഴിയുമില്ല. അള്ളാഹു ഇസ്സത്തുള്ള മുസ്ലിമായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോരുത്തരെയും. നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് എല്ലാ ഇസ്സത്തും തിരിച്ചു പിടിക്കാൻ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പ്രാതിനിധ്യം കൊണ്ടും സാധ്യമാകുന്ന ഒരവസരത്തിൽ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമാറാവട്ടെ. ആ മാർഗത്തിൽ പണിയെടുക്കുമ്പോൾ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ പോയി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുക എന്ന മഹത്തായ ഭാഗ്യം, അതേത് രൂപത്തിലാണെങ്കിലും അത് തട്ടിക്കളയുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കാത്തുരക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്സത്ത്, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, ഞങ്ങളുടെ ഇസ്സത്ത് നീ ഞങ്ങൾക്ക് തിരിച്ചു തരണമേ തമ്പുരാനെ. മുസ്ലിം ഉമ്മത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമായി എന്ന ഒറ്റക്കാരണം കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളോട് പരിഗണനയുള്ള, ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന, അത് മുസ്ലിം രാഷ്ട്രകൂടമാവട്ടെ, മുസ്ലിം ഭരണകൂടമാവട്ടെ, അമുസ്ലിം ഭരണകൂടമാവട്ടെ, മുസ്ലിം ഉമ്മത്തിനോട് ഔദാര്യം കാണിക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മുഴുവൻ മനുഷ്യർക്കും നീതിയും ന്യായവും ധർമ്മവും നടപ്പാകുന്ന, ഇസ്ലാമിക നീതി നടപ്പാകുന്ന ഒരു സംസ്ഥാപനത്തിലേക്ക് പണിയെടുക്കുന്ന നിന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. നമ്മുടെ സഹോദരന്മാരായ ആളുകൾ, അത് മുസ്ലിങ്ങളാവട്ടെ അമുസ്ലിങ്ങളാവട്ടെ, പ്രകൃതി ദുരന്തത്തിലും അതുപോലെയുള്ള സമാനമായ മറ്റ് പല വിപത്തുകളിലും പല അർത്ഥത്തിലും ദുരിതമനുഭവിക്കുന്നൊരു തമ്പുരാനെ, അവർക്ക് നീ തുണയേകണേ നാഥ. നിന്റെ ദൂതന്മാരായിക്കൊണ്ട് അവരിലേക്ക് ചെല്ലുവാനും ഞങ്ങളുടെ സഹായം കൊണ്ട് അവർക്ക് ആശ്വാസം നൽകുവാനുമായ സാഹചര്യങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക്, ഞങ്ങളുടെ സംഘടനാ നേതാക്കൾക്ക് നീ സംയമനവും സൗഹാർദ്ദവും ഒന്നിച്ചു നിൽക്കാനുള്ള സന്മനസ്സും നൽകി മുസ്ലിം ഉമ്മത്തിനെ നീ ചേർത്ത് നിർത്തണമേ തമ്പുരാനെ. നിന്റെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി, നിന്റെ ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി സമാധാനപൂർണമായ മാർഗത്തിലൂടെ ചുവടുവെക്കുന്ന ആ സുന്ദരമായ കാഴ്ച കണ്ട്
പുളകിതരാകുവാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ ഹബ്ലനാ മിന അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.